ചിലർക്ക് പകരമാകാൻ മറ്റാർക്കും കഴിയില്ല. അതേപോലെ ചിലർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അപ്രതീക്ഷിതമായിട്ടായിരിക്കും. അങ്ങനെ അപ്രതീക്ഷിതമായി മിരുതന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് അവൾ, അരുവി. ചെമ്പരത്തിക്കാവിലെ ഉത്സവം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം നാട്ടിലെല്ലാവരും താമരയെ നഷ്ടപ്പെട്ട മിരുതന്റെ അവസ്ഥ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ആശ്വസിപ്പിക്കാനായിരുന്നു പലരും അവനെ തേടി വന്നത്. ആ സമയം വെള്ളാട്ടുകോലം കെട്ടിയാടുന്ന മിരുതനെ കാണാനായി അമ്മ അറിയാതെ അരുവി കബനി നദിയുടെ തീരത്തെ മിരുതന്റെ വീട്ടിലേക്ക് വന്നു. നദിക്കരയിലിരിക്കുന്ന മിരുതന്റെ അരികിൽ വന്ന് അവൾ ഇരുന്നു. അത്ഭുതം കൂറിയ മിഴികളോടെ അവൾ അവനെ നോക്കി. അപ്പോൾ നിങ്ങൾ ആണായിരുന്നോ? ചുവന്ന ചേല ചുറ്റി കോലം കെട്ടിയാടിയ മിരുതൻ യുവതിയാണെന്നാണ് അരുവി നനച്ചത്. അവളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ മിരുതന് കഴിഞ്ഞില്ല. അതെ, ഞാൻ ആണാണ്. എന്തേ? മിരുതൻ അവൾക്ക് നേരെ പുരികമുയർത്തി. പച്ചയമ്മ പെണ്ണല്ലേ, അപ്പോൾ പിന്നെ ആണുങ്ങൾ എങ്ങനെ ദേവീവേഷം കിട്ടും? അരുവിക്ക് പിന്നെയും സംശയം. പച്ചയമ്മയ്ക്ക് അങ്ങനെ ആണും പെണ്ണും എന്നൊന്നില്ല, എല്ലാം ദേവിയുടെ മക്കളല്ലേ. അരുവിയോട് അതും പറയുമ്പോഴും മിരുതന്റെ മനസ്സിൽ ദേവിയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അരുവിക്ക് മുമ്പിൽ അത് കാണിക്കാൻ അവന് തോന്നിയില്ല. അരുവി അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ മുഖത്തൊന്ന് പതിയെ തൊട്ടുനോക്കി. മിരുതൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവൾ കൈകൾ എടുത്തു. അവിടെ നിന്ന് ധൃതിയിൽ ഓടിപ്പോകാൻ പോയ അവളെ എടുത്ത് മിരുതൻ തന്റെ മടിയിലിരുത്തി. അതോടെ അവൾ അവന്റെ മടിയിൽ കിടന്ന് ഞെരുവിരി കൊള്ളാൻ തുടങ്ങി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശാന്തത കൈവരിച്ചു. ഇനി എന്നാ കോലം കെട്ടിയാടാ? അരുവിയുടെ ആ ചോദ്യത്തിന് മിരുതൻ ഉത്തരം പറഞ്ഞില്ല. എന്താ നിന്റെ പേര്? അതിന് പകരം അവൻ ചോദിച്ചു. അരുവി. കൊള്ളാം, നല്ല പേരാണല്ലോ. നിങ്ങളുടെ പേരെന്താ? അരുവിയുടെ മറുചോദ്യം. മിരുതൻ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാം. അല്ല, അമ്മ പറഞ്ഞു പച്ചയമ്മ വെള്ളാട്ടുകോലത്തിന്റെ ദേഹത്ത് കയറുമെന്ന്. പക്ഷെ അത് എങ്ങനെയാ കയറുക? അരുവിയുടെ സംശയങ്ങളെല്ലാം വെള്ളാട്ടുകോലത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതിന് മറുപടി പറയാതെ മിരുതൻ അരുവിയെ താഴേക്കിറക്കി. നേരം ഒത്തിരിയായി, നീ വീട്ടിലേക്ക് പോകാൻ നോക്ക്, അമ്മ നിന്നെ അന്വേഷിക്കില്ലേ? മിരുതൻ അത് ചോദിച്ചപ്പോഴാണ് അമ്മയോട് പറയാതെയാണ് താൻ ഇവിടേക്ക് വന്നതെന്ന് അരുവി ഓർത്തത് തന്നെ. അയ്യോ അമ്മ! അവൾ പോകാൻ തയ്യാറായി. പോകും മുമ്പ് അവൾ മിരുതന് നേരെ തിരിഞ്ഞു. ഏട്ടാ, ഞാൻ നാളെയും ഇങ്ങോട്ട് വന്നോട്ടെ? എന്തിനാ? മിരുതന്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ അരുവി അവിടെ നിന്നോടി. പക്ഷെ അവൾ വിളിച്ച വിളി ഏട്ടാ അത് മിരുതന് പുതിയൊരു ഉണർവ് തന്നെ നൽകി. പച്ച വീട്ടിലെ എല്ലാവർക്കും വസൂരിയാണ്. ദേവീകോപം ബാധിക്കാൻ മാത്രം ആ പാവം സായിപ്പും കുടുംബവും എന്താ ചെയ്തത്? അവരെ നീ കാത്തോളനെ പച്ചയമ്മേ. എല്ലാവരെയും എന്തിനാ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പച്ചവനത്തിലെ ആളുകളെല്ലാം പോൾസൻ സായിപ്പിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലവരായ സായിപ്പിനും കുടുംബത്തിനും വസൂരി വന്നതറിഞ്ഞ് എല്ലാവർക്കും സങ്കടമായി. പമേലയ്ക്കും വസൂരി രോഗം പിടിപെട്ടതറിഞ്ഞ് നീലൻ ഒത്തിരി ആശങ്കയായി. അവൻ അവളെ കാണാനായി വീണ്ടും പച്ചവീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒളിച്ചും പാത്തുമുള്ള രണ്ടാമത്തെ പോക്ക്. ഇത്തവണ വീട് അവൻ വിചാരിച്ചതിലും ശാന്തമായിരുന്നു. അസുഖമായതിനാൽ അലമെലുവിനോടും അരുവിയോടും കുറച്ചു ദിവസം അങ്ങോട്ട് വരണ്ടെന്ന് മെറ്റിൽഡ പ്രത്യേകം പറഞ്ഞിരുന്നു. പോൾസൺ സായിപ്പാണെങ്കിൽ മുറിയിൽ തന്നെ കിടപ്പാണ്. ക്യൂട്ടിയാണെങ്കിൽ ഭക്ഷണം തേടി പറമ്പിൽ അലഞ്ഞു നടപ്പുണ്ട്. നീലൻ ചാരിക്കിടക്കുന്ന വീടിന്റെ പ്രധാന വാതിൽ പതുക്കെ തള്ളി തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അത് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് അവന് മനസ്സിലായത്. അതോടെ അവൻ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു. അവിടുത്തെ വാതിലെങ്കിലും തുറന്നു കിടന്നാൽ മതിയായിരുന്നു എന്ന പ്രതീക്ഷയായിരുന്നു അവന്. പാതി ചാരിക്കിടന്ന അടുക്കള വാതിൽ അവൻ തള്ളി തുറന്നു. അകത്തേക്ക് കയറി. സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴാണ് അവന് സമാധാനമായത്. ഇതുവരെ ആരും കണ്ടില്ലല്ലോ. നേരെ പമേലയുടെ മുറിയിലേക്ക് അവൻ നടന്നു. അകത്ത് കട്ടിലിൽ പുതച്ചു മൂടിക്കിടക്കുന്ന പമേലയെ അവൻ കണ്ടു. വാതിലകത്ത് നിന്ന് പൂട്ടി അവളുടെ അരികിലായി അവൻ പോയിരുന്നു. അവളുടെ മുഖത്ത് വസൂരി കലകൾ പൊന്തിയിട്ടുണ്ട്. പാമി. സ്നേഹത്തോടെ അവൻ അവളെ വിളിച്ചു. ഉറക്കച്ചടവോടെ കണ്ണുകൾ തുറന്ന പമേല തന്റെ തൊട്ടരികിലിരിക്കുന്ന നീലനെ കണ്ടതും ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നീലൻ എന്താ ഇവിടെ? അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. ഞാൻ പാമിയെ കാണാൻ വയ്യെന്ന് കേട്ടു, അതാ വന്നേ. അവന്റെ സ്വരം വളരെ പതുക്കെയായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും കേൾക്കുമെന്ന് പേടിച്ചിട്ടാകാം. എനിക്ക് ചിക്കൻ ബോക്സ് ആണ്. പപ്പയ്ക്കും അമ്മയ്ക്കും അതേ അസുഖം തന്നെ. മേലാകെ വേദനിക്കുക. പമേലയുടെ സ്വരം നിസ്സഹായമായി. പാമി വിഷമിക്കണ്ടാട്ടോ, എത്രയും പെട്ടെന്ന് അസുഖം മാറും. നീലൻ അവളെ തൊടാനായി കൈ ഉയർത്തിയതും പമേല അല്പം പിന്നോട്ടേക്ക് നീങ്ങി. വേണ്ട, എന്നെ തൊടണ്ട. തൊട്ടാൽ നിനക്കും ഈ അസുഖം പകരും. അങ്ങനെയാ അലമേലുവമ്മ പറഞ്ഞത്. അത് കേട്ടതും കട്ടിലിൽ പമേലയ്ക്കരികിലായി നീലൻ വന്നിരുന്നു. അങ്ങനെ നിന്നെ തൊട്ടാൽ എനിക്ക് പകരുമെങ്കിൽ എനിക്കും ഈ അസുഖം വരട്ടെ. എനിക്കൊരു പ്രശ്നവുമില്ല. പോക്കറ്റിൽ ഒളിപ്പിച്ച മഞ്ഞൾ എടുത്ത് നീലൻ അവളുടെ ദേഹത്ത് പുരട്ടാൻ തുടങ്ങി.
അവളുടെ മുഖത്തും ദേഹത്തും നീലൻ മഞ്ഞൾ പുരട്ടി കൊടുക്കുമ്പോൾ പമേല കണ്ണിമ വെട്ടാതെ അവനെ നോക്കി നിന്നു. ശേഷം അന്നത്തെ പകൽ ഒത്തിരി നേരം അവർ ഇരുവരും സംസാരിച്ചിരുന്നു. ഇതെന്താ പാമയുടെ അച്ഛനും അമ്മയൊന്നും ഇത്രയും നേരമായിട്ട് നിന്നെ നോക്കാൻ ഇവിടെയൊന്നും വരാത്തത്? നിനക്ക് വയ്യാത്ത കാര്യം അവർ അറിഞ്ഞില്ലേ? നീലന് സംശയം. മമ്മ രാവിലെ വന്ന് എൻ്റെ രോഗവിവരം തിരക്കിയതാ. ഇപ്പോൾ അവർ ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയായിരിക്കും, പമേല നിസ്സാരം മട്ടിൽ പറഞ്ഞു. ബ്രിട്ടീഷുകാർ അവരുടെ മക്കളെ ഒന്നും നോക്കാറില്ലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അതെല്ലാം ശരിയാണോ? നീലന് സംശയം. ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളുടെ കാര്യത്തിലൊന്നും അവർ ഇടപെടാൻ വരില്ല. അവർക്ക് അവരുടെ വഴി, അത്ര തന്നെ. ആ ആശയം നീലൻ ഇഷ്ടമായി. എങ്കിൽ നേരം ഒരുപാടായി, ഞാൻ പോകട്ടെ. പുറത്ത് സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരുന്നു അപ്പോൾ. നീലൻ പമേലയോട് യാത്ര പറഞ്ഞ് പോകാൻ തയ്യാറായി. നിൽക്കൂ, ഞാനും വരാം. പമേല ദേഹത്തു കൂടി പുതപ്പ് മൂടിക്കൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വേണ്ട, നിനക്ക് വയ്യാത്തതല്ലേ. പാമ ഇവിടെ കിടന്നോ, ഞാൻ പൊയ്ക്കോളാം. ഇല്ല, ഞാൻ വരാം. പുറകിൽ ചിലപ്പോൾ ക്യൂട്ടി ഉണ്ടാകും. ഞാൻ നിനക്ക് മുന്നിലെ വാതിൽ തുറന്നു തരാം. അതോടെ നീലൻ മറുത്തൊന്നും പറഞ്ഞില്ല. പമേല നീലനായി മുന്നിലെ വാതിൽ തുറന്നു കൊടുത്തു. എങ്കിൽ ഞാൻ പോകട്ടെ പാമി. നീലൻ അവൾക്ക് നേരെ കൈവീശി. നീല, പമേല വിളിച്ചത് കേട്ട് നീലൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ എന്തെങ്കിലും ചോദിക്കും മുമ്പ് അവൾ അവനെ ഇറുക്കെ പുണർന്നു. ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് മോചിതനായിട്ടും ഷോക്കേറ്റതുപോലെ അവൻ അവിടെ നിന്നു. പമേല അവൻ്റെ തോളിൽ തട്ടി. നീല, എന്തു പറ്റി? അവൻ ചിരിയോടെ തൻ്റെ തലമുടിയിൽ പതിയെ തലോടിക്കൊണ്ട് അവളെ നോക്കി ഒന്നുമില്ലെന്ന് പറയാതെ പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു ഒറ്റ പോക്കായിരുന്നു. ഗേറ്റിന് അവിടെ എത്തിയതും അവൻ തിരിഞ്ഞു വാതിലിന് അവിടെ നിൽക്കുന്ന പമേലയെ നോക്കി. അവൾക്ക് നേരെ കൈവീശി. തിരികെ അവളും. നീലൻ അവിടെ നിന്ന് പോയതും പമേല വാതിലടച്ച് മുകളിലേക്ക് പോയി. തൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് കയ്യിൽ കറുത്ത മെഴുകുതിരിയുമായി വരുന്ന മമ്മയെ അവൾ കണ്ടത്. മമ്മയുടെ മുറിയിൽ നിന്ന് അന്ന് താമരയെ പൂട്ടിയിട്ടിരുന്ന മുറിയിലേക്ക് നടന്നു പോകുന്ന മമ്മ. ഒരു കറുത്ത ഗൗണായിരുന്നു മെറ്റിൽഡ ധരിച്ചിരുന്നത്. അവളുടെ കയ്യിൽ മെഴുകുതിരി കൂടാതെ ഒരു താക്കോലും കൂടി ഉണ്ടായിരുന്നു. അവളെ പിന്തുടർന്ന് നടക്കുമ്പോൾ പമേല ആ താക്കോൽ പ്രത്യേകം ശ്രദ്ധിച്ചു. മുറിയുടെ വാതിൽ തുറന്ന് കയ്യിൽ മെഴുകുതിരിയും താക്കോലുമായി മെറ്റിൽഡ അകത്തേക്ക് കയറി. വലിയൊരു ശബ്ദത്തിൽ വാതിലടച്ചു. ആ വാതിലടഞ്ഞതും പമേല ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ ആ വാതിലിൽ മുട്ടി. അമ്മ, അവൾ ഉറക്കെ വിളിച്ചു. രണ്ടാമത്തെ കൊട്ടിൽ മെറ്റിൽഡ വാതിൽ തുറന്നു. പമേലയെ കണ്ണുകൾ ഉരുട്ടി നോക്കി. മമ്മ, എന്താ ഇവിടെ ചെയ്യുന്നത്? പമേല സംശയത്തോടെ ചോദിച്ചു. എല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മമ്മ ചെയ്യുന്നത്. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മെറ്റിൽഡ പമേലയോടായി പറഞ്ഞു. അവളോട് സംസാരിക്കുന്നതിനിടയിൽ പമേലയുടെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു. മേശയിൽ മെഴുകുതിരിയും താക്കോലും ഇരിപ്പുണ്ട്. എന്നല്ലാതെ മറ്റൊരു മാറ്റവും ആ മുറിയിലില്ല. മോൾക്ക് വയ്യാത്തതല്ലേ, പോയി വിശ്രമിക്കാൻ നോക്ക്. മമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. കൂടുതലൊന്നും പറയാതെ മെറ്റിൽഡ പമേലയോട് അവിടെ നിന്ന് പോകാൻ കൽപ്പിച്ചു. വാതിലടച്ചു. തനിക്ക് മുമ്പിൽ അടഞ്ഞ വാതിൽ നോക്കി അതിനപ്പുറം തൻ്റെ നന്മയ്ക്ക് വേണ്ടി മമ്മ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ പമേല അവിടെ നിന്നു. കേണൽ മാക്സ് വെൽ ടൈലർ 1-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായ ലണ്ടൻ റെജിമെൻറ്റിലെ ഫീൽഡ് ഓഫീസർ. യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളെല്ലാം വിജയങ്ങളായിരുന്നു. യുദ്ധം അവസാനിച്ചതും ബ്രിട്ടൻ അദ്ദേഹത്തെ രാജ്യത്തെ പരമോന്നത ബഹുമതിയായ വിക്ടോറിയ ക്രോസ് നൽകി ആദരിച്ചു. അതേ വർഷം തന്നെ അദ്ദേഹം ഇനിയൊരു വിശ്രമം വേണമെന്ന് ഉറപ്പിച്ച് തൻ്റെ സർവീസ് ജീവിതം അവസാനിപ്പിച്ചു. അങ്ങനെ സർവീസ് ജീവിതം അവസാനിപ്പിച്ച അവിവാഹിതനായ കേണൽ മാക്സ് വെയിലിന് ഏകാന്തത താങ്ങാനാകാതെ തൻ്റെ 52-ാം വയസ്സിൽ ഒരു സുന്ദരി പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. തേംസ് നദിയുടെ തീരത്തുള്ള ഒരു അനാഥാലയത്തിൽ നിന്ന് അദ്ദേഹം 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ദത്തെടുത്തു. അവൾക്ക് മെറ്റിൽഡ എന്ന പേര് നൽകി. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അവൾക്കൊപ്പമായിരുന്നു. വാർദ്ധക്യത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് മാക്സ്വെൽ മെറ്റിൽഡയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അന്ന് അവൾക്ക് വയസ്സ് 22. ആർമി റെജിമെൻറ്റിലെ തൻ്റെ സുഹൃത്തിൻ്റെ മകൻ പോൾസൺ വോക്കറുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചത് കേണൽ തന്നെയാണ്. മെറ്റിൽഡയുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞ് മാക്സ്വെൽ മരണപ്പെട്ടു. മരിക്കും മുമ്പ് അയാളുടെ മുഴുവൻ സ്വത്തും മെറ്റിൽഡയ്ക്ക് പകരം തെംസ് നദി തീരത്തുള്ള മെറ്റിൽഡയെ ദത്തെടുത്ത ആ അനാഥാലയത്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം എഴുതി വെച്ചത്. അനാഥാലയത്തോട് ചേർന്നുള്ള പള്ളിക്കായിരുന്നു അതിൻ്റെ നടത്തിപ്പ് അവകാശം. തങ്ങൾക്ക് പപ്പ സ്വത്തുകൾ തരാത്തതിൽ മെറ്റിൽഡയ്ക്കോ പോൾസനോ യാതൊരുവിധ പരിഭവവും ഉണ്ടായിരുന്നില്ല. പപ്പയുടെ തീരുമാനത്തെ അവർ ഇരുവരും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ ആശ്ചര്യമെന്തെന്നാൽ മാക്സ്വെൽ സ്വത്തുകൾ എഴുതിവെച്ച മെറ്റിൽഡയെ ദത്തെടുത്ത അതേ പള്ളിവക അനാഥാലയത്തിലാണ് മരണപ്പെടും മുമ്പ് മെറ്റിൽഡ പമേലയെ നോക്കാനായി ഏൽപ്പിച്ചത്.
അവിടെ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് മെറ്റിൽഡയ്ക്ക് 100% ഉറപ്പായിരുന്നു. മാക്സ്വെല്ലിനൊപ്പം മെറ്റിൽഡയുടേത് ചിട്ടയായ ജീവിതമായിരുന്നു. ഇടയ്ക്ക് അനാഥാലയത്തോട് ചേർന്നുള്ള പള്ളിയിലേക്ക് പോകുന്നതല്ലാതെ പുറത്തെ ആളുകളുമായി അത്ര വലിയ സമ്പർക്കമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, കോളേജിൽ മെട്രിക്കുലേഷന് പഠിക്കുമ്പോൾ അവൾക്ക് സുഹൃത്തുക്കൾ പോലും ഉണ്ടായിരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസവും അങ്ങനെ തന്നെ. അന്നത്തെ ദിവസം എന്താണ് മെറ്റിൽഡ ആ മുറിയിൽ ചെയ്തതെന്നറിയില്ല. പക്ഷേ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ പോൾസിൻ്റെയും പമേലയുടെയും ദേഹത്തെ വസൂരിക്കലകളെല്ലാം അപ്രത്യക്ഷമായിരുന്നു. അന്നത്തെ രാത്രിക്ക് ശേഷവും മെറ്റിൽഡ ഇടയ്ക്കിടെ ആ മുറിയിൽ വാതിലടച്ച് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് പൂർണ്ണമായും പോൾസനോട് പോലും പറയാൻ അവൾ തയ്യാറായില്ല. മെറ്റിൽഡ, നീ എന്താണ് അവിടെ ചെയ്യുന്നത്? പലതവണ പോൾസൺ ചോദിച്ചതിന് മറുപടിയായി അവൾക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. വൈകാതെ പച്ചവീട്ടിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. എല്ലാം പഴയപടിയായി. പോൾസൺ സാഹിബ് ഫോറസ്റ്റ് ഓഫീസിലെ ജോലികളുമായി തിരക്കിലായി. ഇടയ്ക്കിടെ ജോലി ആവശ്യങ്ങൾക്കായി അദ്ദേഹം ലണ്ടനിലേക്കും കൊച്ചിയിലേക്കും പോകുന്നത് പതിവായിരുന്നു. അതിനിടയിൽ പമേലയെ പച്ചവനത്തിൽ തന്നെയുള്ള ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന ഒരു ട്രൈബൽ സ്കൂളിൽ മെറ്റിൽഡ ചേർത്തു. സായിപ്പും കുടുംബവും നമ്മളെപ്പോലെ തന്നെയാണ്. പമേല അവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർക്ക് അവരോടുള്ള ബഹുമാനം പിന്നെയും കൂടി. അന്നൊരു സായാഹ്നം. മെറ്റിൽഡയ്ക്ക് മാസം 8 കഴിഞ്ഞു. പോൾസൺ സായിപ്പ് കൊച്ചിയിലേക്ക് ജനറലിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പമേലയും അരുവിയും ക്ലാസ് കഴിഞ്ഞ് വന്ന് വീടിന് വെളിയിലിരുന്ന് കളിക്കുകയായിരുന്നു. അലമേലുവാണെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന തിരക്കിലും. കഴിഞ്ഞ തവണ ലണ്ടനിൽ പോയപ്പോൾ പോൾസൺ തനിക്ക് സമ്മാനിച്ച പിയാനോയും വായിച്ച് മുകളിലെ മ്യൂസിക് റൂമിൽ ഇരിക്കുകയായിരുന്നു മെറ്റിൽഡ. കണ്ണുകളടച്ച് സംഗീതം ആസ്വദിച്ചുകൊണ്ട് അവൾ വായിക്കുന്നതിനിടയിൽ ഒരു കറുത്ത പാമ്പ് ആ മുറിയിലേക്ക് കടന്നു വന്നു. അത് നിലത്ത് പത്തി വിടർത്തി മെറ്റിൽഡയെ നോക്കി നിന്നു. അവൾ അതിനെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയതും പിയാനോ വെച്ചിരിക്കുന്ന മേശക്കാലുകളിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ആ പാമ്പ് മ്യൂസിക് നോട്ട്സ് ബോർഡിൻ്റെ അരികിൽ വന്നിരുന്നു. വായനയ്ക്കിടയിൽ കണ്ണുകൾ തുറന്ന മെറ്റിൽഡ മ്യൂസിക് നോട്ട്സിൻ്റെ അരികിലിരിക്കുന്ന ആ പാമ്പിനെ കണ്ടതും കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയ്യോ! അവൾ ഉറക്കെ അലറി. അപ്പോഴാണ് നിലത്തെ രക്തപ്പാടുകൾ മെറ്റിൽഡ ശ്രദ്ധിച്ചത്. താൻ ഇരുന്ന കസേര മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഇടം വരെ നീളുന്ന രക്തം. തൻ്റെ ദേഹത്തു നിന്നാണ് രക്തം ഒഴുകുന്നതെന്ന് മനസ്സിലായതും മെറ്റിൽഡ വയറ്റിൽ കൈവച്ചുകൊണ്ട് മുറിയിൽ നിന്ന് വെളിയിലേക്ക് നടന്നു. അതിനിടയിൽ ഉറക്കെ അലമേലുവിനെ വിളിക്കാനും അവൾ മറന്നില്ല. ഇതേസമയം ആ പാമ്പ് നിലത്തേക്ക് ഇഴഞ്ഞിഴഞ്ഞു വന്ന് തറയിൽ കിടക്കുന്ന രക്തത്തുള്ളികളെല്ലാം നക്കിക്കുടിക്കാൻ തുടങ്ങി. തറയിൽ ഒരു പാടുപോലും അവശേഷിക്കാത്ത വിധം അത് ചോര അകത്താക്കി. മെറ്റിൽഡയ്ക്ക് കലശലായ പ്രസവവേദന അനുഭവപ്പെട്ടു. അവൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. എന്നാൽ പോൾസൺ അവിടെ ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. വൈകാതെ അലമേലു വയറ്റാട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. മമ്മയുടെ ബഹളം കേട്ട് പമേല മുറിയിലേക്ക് എത്തി നോക്കി. കട്ടിലിൽ കാലുകൾ അകത്തി വെച്ച് കിടക്കുന്ന മെറ്റിൽഡ. അവൾ അവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുകയാണ്. ബെഡ്ഷീറ്റിൽ നിറയെ രക്തമാണ്, ചുവന്നു കൊഴുത്ത രക്തം. വയറ്റാട്ടി മുറിയിലേക്ക് കയറിയതും അലമേലു മുറിയുടെ വാതിൽ അകത്തുനിന്ന് പൂട്ടി. മോൾ താഴെ പോയി കളിച്ചോ. വാതിലടയ്ക്കും മുമ്പ് പമേലയോട് അങ്ങനെ പറയാനും അലമേലു മറന്നില്ല. എന്നിട്ടും പമേല അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. അവൾ അടഞ്ഞു കിടക്കുന്ന മമ്മയുടെ മുറി നോക്കി അവിടെ നിന്നു. അതിനകത്തു നിന്ന് ഉയർന്ന മമ്മയുടെ അലർച്ച. പമേലയ്ക്ക് എന്തുകൊണ്ടോ വല്ലാത്ത പേടി തോന്നി. എനിക്ക് അമ്മയാകണ്ട, കുഞ്ഞിനെ പ്രസവിക്കണ്ട. അവൾക്ക് പിന്നാലെ അവിടേക്ക് വന്ന അരുവിയോട് പമേല പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തോ പ്രേതസ്വപ്നം കണ്ട പോലെ പേടിച്ച് നിർജീവമായ അവസ്ഥയിൽ വിടർന്നു മിഴിച്ചു നിൽക്കുകയായിരുന്നു. മെറ്റിൽഡയുടെ സ്വരം കൂടുതൽ ഉച്ചത്തിലായി. പച്ചവീടിനെ 4 ചുവരുകളും കടന്ന് അത് പുറത്തേക്ക് ഉയർന്നു കേട്ടു. കരച്ചിലിൻ്റെ അവസാനം ഒരു കുഞ്ഞിൻ്റെ കരച്ചിലും കൂടി അവിടെ പ്രതിധ്വനിച്ചു. അലമേലു മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അവളുടെ കയ്യിൽ തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു ചോര കുഞ്ഞ്. അനിയനാണ്. പമേലയ്ക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അലമേലു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. കണ്ണുകൾ തുറക്കാതെ ഇമകൾ ചേർത്ത് വെച്ച് കിടക്കുന്ന ഇത്തിരി കുഞ്ഞിനെ മിഴി നിറയെ പമേല കണ്ടു. അലമേലുവിൻ്റെ കയ്യിൽ കിടന്ന് ചിണുങ്ങുകയാണവൻ. തൻ്റെ ചെറു വിരലോളം വലിപ്പമുള്ള അവൻ്റെ കയ്യിൽ പമേല പതിയെ തൊട്ടു. അവൾക്ക് അവനെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പേടിയാണ്. മമ്മ. പെട്ടെന്നാണ് മെറ്റിൽഡയുടെ കാര്യം അവൾ ഓർത്തത്. നല്ല ഉറക്കമാ. അലമേലു അത് പറഞ്ഞപ്പോഴാണ് പമേലയ്ക്ക് ആശ്വാസമായത്. പമേല തല ചെരിച്ച് മുറിക്കകത്തേക്ക് നോക്കി. കട്ടിലിൽ കിടന്നുറങ്ങുന്ന മമ്മ. എന്തുകൊണ്ടോ മമ്മയെ കണ്ടപ്പോൾ പമേലയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അല്ലെങ്കിലും പണ്ട് തൊട്ടേ മമ്മ മോളാണ് പമേല. മമ്മയില്ലാതെ അവൾക്ക് പറ്റില്ലായിരുന്നു. ഇനി മമ്മയ്ക്ക് വാവയോടായിരിക്കും കൂടുതൽ സ്നേഹം. തമാശ പോലെ കുഞ്ഞിനെ ബെഡിൽ മെറ്റിൽഡയ്ക്ക് അരികിൽ കിടത്തിക്കൊണ്ട് അലമേലു പമേലയോട് പറഞ്ഞു.
അത് കേട്ടപ്പോൾ പമേലയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇല്ല, മമ്മയ്ക്ക് എന്നോടാണ് കൂടുതൽ സ്നേഹം. വാശിയോടെ അങ്ങനെ പറഞ്ഞ പമേല ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ആ സമയം അമ്മ തന്നേക്കാൾ കൂടുതൽ തൻ്റെ അനിയനെ സ്നേഹിക്കുമോ എന്ന ആശങ്ക അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. പമേലയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത വിവരം അറിഞ്ഞ ശേഷം നീലന് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അടുത്ത ദിവസം തേനെടുക്കാൻ വേലു വിളിച്ചിട്ടും അവൻ പോയില്ല. ഒത്തിരി നേരം പുഴക്കരയിൽ അവൻ തനിച്ചിരുന്നു. പിന്നെ ഒരു ലക്ഷ്യവുമില്ലാതെ ഇറങ്ങി വഴിയിലൂടെ നടന്നു. ആ നടത്തം ഒടുവിൽ അവസാനിച്ചത് അലമേലുവിൻ്റെ കൂരയ്ക്ക് മുമ്പിലാണ്. ആ കൂരോട് ചേർന്ന തെങ്ങിൻ ചുവട്ടിലാണ് അരുവി ഉറങ്ങുന്നത്. വീടിന് വെളിയിലിട്ടിരിക്കുന്ന പുൽക്കട്ടിലിൽ ഇരിക്കുന്ന അലമേലുവിനെ കണ്ടതും നീലൻ അവർക്കരികിൽ പോയിരുന്നു. അതിനിടയിൽ കണ്ണുകൾ തെങ്ങിൻ ചോട്ടിലേക്കൊന്ന് നീണ്ടു. അരുവി, നിനക്ക് എന്നെ കെട്ടാൻ സമ്മതമാണോ? 16 വർഷങ്ങൾക്ക് മുമ്പ് അവൻ അവളോട് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ നീലന് മുമ്പിൽ തല താഴ്ത്തി നിന്നു അരുവി. എന്താ ഒന്നും മിണ്ടാത്തത്? അരുവി, നിന്നോടാ ഞാൻ ചോദിച്ചത്. ഇനി നിനക്കെന്നെ ഇഷ്ടമല്ലേ? എന്തായാലും മടിക്കാതെ പറഞ്ഞോ? നീലൻ ചോദ്യം പിന്നെയും ആവർത്തിച്ചു. ഇഷ്ടമല്ലെന്നോ? ജീവനാണ്. അവളുടെ സ്വരം ഇടറി. പക്ഷെ ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. നീല, അലമേലു വിളിച്ചപ്പോഴാണ് നീലൻ തൻ്റെ ചിന്തകളിൽ നിന്നുണർന്നത്. നീ അറിഞ്ഞോ? അവൾ വന്നിട്ടുണ്ട്, നിന്റെ അരുവിയെ കൊന്നവൾ. അലമേലു നീലനോടൊരു രഹസ്യം പറയും പോലെ പതുക്കെ പറഞ്ഞു. നീലൻ അതിന് മറുപടിയായി അറിഞ്ഞു എന്ന അർത്ഥത്തിൽ ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവളെ വെറുതെ വിടാൻ പാടില്ല, നദിയിൽ മുക്കിക്കൊല്ലണം. അവളെ മാത്രമല്ല, അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെയും. അലമേലു പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നീലൻ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. നിന്നെ കൊണ്ട് കഴിയില്ലെന്നറിയാം. നിനക്കെന്നല്ല, ഇവിടെയുള്ള ഒരുത്തനും അതിന് കഴിയില്ല. അവളെയും അവളുടെ വീട്ടുകാരെയും പോലെ ദുഷ്ടന്മാരാകാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവളെ ഞാൻ വെറുതെ വിടില്ല. പച്ചയമ്മ എൻ്റെ കൂടെ നിൽക്കും. നോക്കിക്കോ, എനിക്ക് വേണ്ടി പച്ചയമ്മ അവളെ കൊല്ലും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അലമേലു സംസാരം നിർത്തി. 2 മിനിറ്റ് കൂടി അവിടെ ഇരുന്ന ശേഷം നീലൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അമ്മ മരുന്നൊക്കെ കഴിക്കാറില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അവൻ അവരുടെ അസുഖ വിവരങ്ങളെല്ലാം തിരക്കിയ ശേഷം അവിടെ നിന്ന് പോകാൻ തയ്യാറായി. നീല, ഇപ്പോഴും അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ? അതുകൊണ്ടല്ലേ ചിരിത ഇത്ര നിർബന്ധിച്ചിട്ട് മറ്റൊരു വിവാഹത്തിന് നീ സമ്മതിക്കാത്തത്? നിനക്ക് എൻ്റെ മോളെ അത്ര ഇഷ്ടമായിരുന്നല്ലേ? പോകും മുമ്പ് നീലനോടായി അലമേലു ചോദിച്ചു. പക്ഷെ അതിന് മറുപടി പറയാൻ അവൻ തയ്യാറായില്ല. നിർവികാരമായി ഒരു നിമിഷം അവരെ നോക്കി നിന്നു അവൻ. ശേഷം മുന്നോട്ട് തിരിഞ്ഞു നടന്നു. പക്ഷെ ആ സമയം അലമേലുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഒരു 100 ആവർത്തി നീലൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അത്രയും തീവ്രമായി അവൻ പ്രണയിച്ച, ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്ന് ആഗ്രഹിച്ച, കാലങ്ങളോളം അവൻ്റെ ഉറക്കം കെടുത്തിയ, വേദനയോട് മാത്രം അവന് ഓർക്കാൻ കഴിയുന്ന അവൾ, ആ പ്രണയം. അവളുടെ ഓർമ്മകൾക്ക് ആമ്പൽപ്പൂക്കളുടെ ഗന്ധമാണ്. അന്നും ഇന്നും എന്നും ആ ഗന്ധം അവന് ലഹരിയാണ്, പ്രണയലഹരി. പക്ഷേ ഇന്നത് അവൻ്റെ മനസ്സിനെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിടുന്ന വിരഹലഹരിയാണ്. എനിക്ക് അമ്മയാകേണ്ട, കുഞ്ഞിനെ പ്രസവിക്കണ്ട. ആവർത്തിച്ചു പറയുന്ന വാക്കുകൾ ചിലപ്പോൾ സത്യമാകും. അതിപ്പോൾ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ലെങ്കിൽ കൂടി. പമേലയുടെ കാര്യത്തിലും സംഭവിച്ചത് അതാണ്. വിവാഹം കഴിഞ്ഞ് വർഷം 5 കഴിഞ്ഞിട്ടും പമേലയ്ക്കും ലൂക്കാസിനും കുട്ടികളുണ്ടായില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ മാത്രം ഒരു പ്രശ്നവും അവർ ഇരുവർക്കുമില്ല. എന്നിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചികിത്സ ആരംഭിച്ച് ഏകദേശം 2 മാസം കഴിഞ്ഞ സമയം, മാസമുറയാകേണ്ട ആഴ്ചകൾ പിന്നിട്ട കാരണം വളരെയധികം പ്രതീക്ഷയോടെ ഹോസ്പിറ്റലിൽ പ്രഗ്നൻസി ടെസ്റ്റിന് വന്നതായിരുന്നു പമേലയും ലൂക്കാസും. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത റിസൾട്ടും കാത്ത് ആകാംക്ഷയോടെ ഹോസ്പിറ്റൽ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അവർ ഇരുവരും. പമേല നേഴ്സ് അകത്തേക്ക് വിളിച്ചതും ആകാംക്ഷയോടെയാണ് അവർ ഇരുവരും പോയത്. ഡോക്ടറിനെതിരെയുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ ലൂക്കാസ് പമേലയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. എന്തു തന്നെ ആയാലും കേൾക്കാൻ അവർ തയ്യാറായിരുന്നു. കൺഗ്രാറ്റ്സ് പമേല, ടെസ്റ്റ് പോസിറ്റീവാണ്. ഡോക്ടർ ആ പറഞ്ഞത് മാത്രമേ അവൾ കേട്ടുള്ളൂ. സന്തോഷം കൊണ്ടാവണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ലുക്ക് പമേല, ഇത് നീ നന്നായി സൂക്ഷിക്കേണ്ട സമയമാണ്. ഡോക്ടർ അവൾക്കായി ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അവൾ പോസിറ്റീവാണ് എന്നല്ലാതെ മറ്റൊന്നും തന്നെ കേട്ടില്ല. അത്രയും സന്തോഷത്തിലായിരുന്നു അവളുടെ ഉള്ളം. രാത്രി ലൂക്കാസിനൊപ്പം അതേ സന്തോഷത്തിലാണ് പമേല കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുന്നു. ലൂക്കാസിനെ ഇറുക്കപ്പുണർന്ന് പമേല കട്ടിലിൽ കിടന്ന് മയങ്ങി. ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ അവർ ഇരുവരും പെട്ടുപോയ സമയം
പാതി തുറന്നു കിടക്കുന്ന ബെഡ്റൂം വാതിലിന്റെ വിടവിലൂടെ കറുത്ത നിറമുള്ള ആ പാമ്പ് അകത്തേക്ക് വന്നു. ഇഴഞ്ഞിഴിഞ്ഞ് അവർ കിടക്കുന്ന കട്ടിലിലേക്ക് അത് കയറി. ശേഷം പമേലയുടെ ദേഹത്തേക്ക്. ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ് പമേല. ഒടുവിൽ അവളുടെ അടിവയറിന്റെ ഭാഗത്തായി ആ പാമ്പ് ചുരുണ്ടുകൂടി കിടന്നു. രാവിലെ അലാറം കേട്ടാണ് പമേല എഴുന്നേറ്റത്. ലൂക്കാസ് പതിവ് പോലെ അവൾക്കായി കോഫി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പമേല ഉറക്കച്ചടവോടെ ആ ബെഡ് കോഫി കുടിച്ചു. ഗുഡ് മോർണിംഗ്. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ലൂക്കാസ് പമേലയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവൻ ജോലിക്ക് പോകാനായി ഒരുങ്ങാൻ തുടങ്ങി. പമേല കോഫിയും കുടിച്ച് ബെഡിൽ തന്നെ ഇരുന്നു. അതിനിടയിലാണ് അവളുടെ കണ്ണുകൾ ബെഡിലേക്ക് നീണ്ടത്. അവിടെ കാണുന്ന ചോരപ്പാടുകൾ. അതോടെ പമേല ധൃതിയിൽ ബാത്റൂമിലേക്ക് ഓടി. ക്ലോസറ്റിലേക്ക് വീണ് രക്തത്തുള്ളികളെ ഫ്ലഷ് ചെയ്ത് കളയും മുമ്പ് 2 നിമിഷം നെടുവീർപ്പോടെ നോക്കി നിന്നു പമേല. ആ സമയം അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് തയ്യാറാകുന്ന ലൂക്കാസിനെയാണ് അവൾ കണ്ടത്. പമേല ഇറങ്ങി വരുന്നത് കണ്ടതും ലൂക്കാസ് എന്തു പറ്റിയെന്ന ഭാവത്തിൽ അവളെ നോക്കി. എന്നാൽ പമേല അവനെ നോക്കാതെ നേരെ കബോർഡിൽ നിന്ന് പാടെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അത് കണ്ടതും വല്ലാത്ത സങ്കടത്തിൽ അവൻ കട്ടിലിലിരുന്നു. നമുക്ക് ഭാഗ്യമില്ലല്ലേ? അവൾ ബാത്റൂമിൽ നിന്നിറങ്ങി കട്ടിലിൽ വന്നിരുന്നതും ലൂക്കാസ് പറഞ്ഞു. അവൻ്റെ മുഖത്ത് വല്ലാത്ത നിരാശ. പമേല ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. ലൂക്കാസ് സ്നേഹത്തോടെ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. അതോടെ പമേല അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ആ സമയം അവളുടെ കണ്ണിൽ നിന്ന് നീർച്ചാലുകൾ പുറത്തേക്ക് വന്നു. അത് നമ്മുടെ കുഞ്ഞായിരുന്നു ലൂക്കാസ്. കുറച്ചു മുമ്പ് ക്ലോസറ്റിൽ കണ്ട രക്തത്തുള്ളികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പമേല പറഞ്ഞു. അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ലൂക്കാസിന് അറിയില്ലായിരുന്നു. അവളെ ഇറുക്കെ ചേർത്ത് പിടിച്ച് തലയിൽ സ്നേഹാർദ്രമായി തലോടിക്കൊണ്ട് ലൂക്കാസ് അവിടെ ഇരുന്നു. പക്ഷെ ആ സമയം അവർ ഇരിക്കുന്ന കട്ടിലിന് താഴെ കറുത്ത നിറമുള്ള പാമ്പ് ചുരുണ്ടുകൂടി കിടപ്പുണ്ടെന്ന് അവർ ഇരുവരും അറിഞ്ഞതേയില്ല. ചിലത് നഷ്ടമാകുന്നത് മറ്റു ചിലത് നേടാനായിരിക്കും. പക്ഷേ ഇവിടെ അവർ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരു ജീവനെ നഷ്ടപ്പെടുത്തി നേടിയത് അവരുടെ സ്വന്തം ജീവനായിരുന്നു. മാനന്തവാടിയിലെ സ്ഥലക്കച്ചവടം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു സേവ്യർ. അവിടെ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമില്ല. ഏറെപ്പോയാൽ 1 മണിക്കൂർ. 2 ആഴ്ചയോളമായി അവൻ വീട്ടിലേക്ക് പോയിട്ട്. അവിടെ അവൻ്റെ അമ്മച്ചിയും പെങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചു. അതിനുശേഷം കുടുംബത്തെ നോക്കാൻ അവൻ ചെയ്യാത്ത പണികളില്ല. സേവ്യറിനെ കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവാണ്. അമ്മച്ചിക്കും പെങ്ങന്മാർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന സലസ്വഭാവിയായ ചെറുപ്പക്കാരൻ, തികഞ്ഞ അധ്വാനി. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ചെറുക്കൻ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. ഇങ്ങനെ നാട് ചുറ്റി നടപ്പാണ്. നാട്ടിലേക്കുള്ള ബസ് വന്നതും സേവ്യർ അതിൽ കയറി. രാത്രി ഏറെ വൈകിയതിനാലാവണം ബസ്സിൽ ആളുകൾ കുറവാണ്. മുന്നിലെയും പിന്നിലെയും സീറ്റിലായി 2-3 പേർ ഇരിപ്പുണ്ട്. അത്ര തന്നെ. സേവ്യർ പിന്നിൽ തന്നെയുള്ള ഒരു വിൻഡോ സീറ്റിൽ കയറിയിരുന്നു. പുറത്ത് ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു. അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വിൻഡോയുടെ ഷട്ടർ താഴ്ത്തിയിട്ടു. തിരിച്ച് സീറ്റിലിരുന്നപ്പോൾ അവൻ്റെ തൊട്ടരികിലായി ഒരു യുവതി ഇരിപ്പുണ്ട്. ചുവന്ന സാരി ഉടുത്ത് നീളൻ മുടി അഴിച്ചിട്ട് നെറ്റിയിൽ ചുവന്ന വട്ടപ്പൊട്ട് കുത്തിയ ദേവിയെപ്പോലിരിക്കുന്ന ഒരു യുവതി. ഇത്രയും സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടായിട്ട് ഇവർ എന്തിനാ എൻ്റെ അരികിൽ വന്നിരിക്കുന്നത് എന്ന ഭാവത്തിൽ അവൻ അവരെ നോക്കി. ഒപ്പം ഇവർ എപ്പോൾ കയറി എന്ന സംശയവും അവനുണ്ടായിരുന്നു. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് സേവ്യർ? അവരുടെ ആ ചോദ്യത്തിനേക്കാൾ അവർ തൻ്റെ പേര് വിളിച്ചത് കേട്ടാണ് സേവ്യറിന് അത്ഭുതമായത്. ഞെട്ടണ്ട, എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം, അവർ അവനോടായി പറഞ്ഞു. എന്നിട്ട് തുടർന്നു. നീ ഇപ്പോൾ ഒരു സ്ഥലക്കച്ചവടം കഴിഞ്ഞു വരികയാണെന്നും അതിലും വലിയൊരു സ്ഥലക്കച്ചവടത്തിൻ്റെ ചിന്ത മനസ്സിൽ കിടക്കുകയാണെന്നും എനിക്കറിയാം. പക്ഷെ ആ ചിന്ത നിനക്ക് ആപത്ത് മാത്രമേ വരുത്തുള്ളൂ. ഇവരിതെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ സേവ്യർ കണ്ണു മിഴിച്ച് അവരെ നോക്കി നിന്നു. പച്ചവനത്തിലെ ആ വീടിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പമേലയുടെ വീട്. പച്ച വീട്. അത് നീ വിട്ടേക്ക്. ഇനി അങ്ങോട്ട് നീ പോകണ്ട. ദൈവവും ചെകുത്താനും ആ വീടിനെ ചുറ്റിപ്പറ്റിയുണ്ട്. 2 പേർക്കും അവളെ വേണം. അവളുടെ കൂടെ കൂടിയാൽ നിന്നെയും അവർ വേട്ടയാടും. ചിലപ്പോൾ മരണം പോലും സംഭവിച്ചേക്കാം. അവർ അത് പറഞ്ഞു തീർന്നതും കുറച്ചു മുമ്പ് സേവ്യർ താഴ്ത്തിയ വിൻഡോ സീറ്റിൻ്റെ ഷട്ടർ വലിയ ശബ്ദത്തിൽ സ്വയം തുറന്നു പൊന്തിയതും ഒരുമിച്ചായിരുന്നു. സേവ്യർ ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. മഴത്തുള്ളികൾ അവൻ്റെ മുഖത്തേക്ക് വന്നടിച്ചു. വീണ്ടും ഷട്ടർ അടയ്ക്കാൻ ബുദ്ധിമുട്ടാതെ അവൻ ആ യുവതിക്ക് നേരെ തിരിഞ്ഞു. പക്ഷെ ഇത്രയും നേരം അവൻ്റെ അരികിലിരുന്ന യുവതിയെ ഇപ്പോൾ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവരിതെവിടെ പോയി? സേവ്യർ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മറ്റ് സീറ്റുകളിൽ ആ യുവതിയെ തിരയാൻ തുടങ്ങി. ഏയ്, എൻ്റെ അരികിലിരുന്ന പെണ്ണ് എവിടെ പോയി? ബസ് കണ്ടക്ടറോട് സംശയത്തോടെ സേവ്യർ ചോദിച്ചു. പെണ്ണോ? ഏത് പെണ്ണ്? ഈ ബസ്സിൽ ഒരു പെണ്ണും ഇല്ലല്ലോ. താൻ ആ സീറ്റിൽ തനിച്ചല്ലേ ഇരുന്നേ? ഓരോന്ന് കുടിച്ചിട്ട് കയറി വരും. അവിടെ എങ്ങാനും പോയി ഇരിക്കണോ?
കണ്ടക്ടർ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് സേവ്യർ തിരിച്ച് സീറ്റിൽ വന്ന് ഇരുന്നെങ്കിലും തൻ്റെ അരികിൽ ഒരു പെണ്ണ് ഇരിപ്പുണ്ടായിരുന്നില്ല എന്ന് അയാൾ പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മഴച്ചാറ്റിലുമേറ്റ് ആ സീറ്റിലിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൾ അവനോട് പറഞ്ഞ വാക്കുകൾ ഒരു ഭീഷണി പോലെ മുഴങ്ങി കേൾക്കുകയായിരുന്നു. പമേല, ഇത് നിന്റെ കൈവശം വെച്ചോ. എന്നെങ്കിലും ഇവിടേക്ക് വരേണ്ട സാഹചര്യം വന്നാൽ ഇത് നിനക്ക് ആവശ്യം വരും. മരണപ്പെടും മുമ്പ് മമ്മ തന്ന താക്കോൽ തിരിച്ചു മറിച്ചു നോക്കി പമേല. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ ആ താക്കോലുമായി അവൾ മുകളിലെ നിലയിലേക്ക് നടന്നു, നേരെ അറ്റത്തെ മുറിയിലേക്ക്. പണ്ടൊരിക്കൽ അരുവിയോടൊപ്പം ഒളിച്ചു കളിക്കുമ്പോൾ ആ മുറിയിൽ അലമാരയ്ക്കുള്ളിൽ പോയി പമേല ഒളിച്ചിരുന്നപ്പോൾ അവൾ അവിടെ വെച്ചിരുന്ന ഒരു പെട്ടി കണ്ടിരുന്നു. നല്ല വീതിയുള്ള ഒരു പഴഞ്ചൻ പെട്ടി. അതിൻ്റെ മുകളിലെ പാമ്പിൻ്റെ ചിഹ്നം അവൾ അന്നേ ശ്രദ്ധിച്ചതാണ്. അതേപോലെ ഒരു പെട്ടി തന്നെയാണ് ഇന്നലെ അവൾ സ്വപ്നം കണ്ടതും. അന്ന് ആ പെട്ടി എടുത്തുവെന്ന് പറഞ്ഞ് മമ്മ അവളെ പറയാത്ത ചീത്തയില്ല. ആദ്യമായി അവളെ തല്ലാൻ മമ്മ കൈ ഓങ്ങിയതും അന്നാണ്. അവസാനമായി എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ പമേലയ്ക്ക് ആ പെട്ടിയുടെ താക്കോൽ തന്നെയാണോ ഇതെന്ന് സംശയമായി. ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ 2 ദിവസം മുമ്പ് അവൾ കണ്ട രൂപത്തെ വീണ്ടും കാണുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. എന്നിട്ടും ഒരാകാംക്ഷയുടെ പുറത്ത് രണ്ടും കൽപ്പിച്ച് അവൾ അകത്തേക്ക് കയറി. മുറിയുടെ മൂലയിലായി അലമാര ഇരിപ്പുണ്ട്. പമേല പതുക്കെ അത് തുറന്നു. വലിയൊരു ശബ്ദത്തിൽ തുറന്നു വന്ന ആ അപ്പൂപ്പൻ അലമാരിയുടെ ഉള്ളിൽ അത്യാവശ്യം നീളത്തിൽ അതിനിരട്ടി വീതിയിലിരിക്കുന്ന ആ പെട്ടി അവൾ കണ്ടു. മുകളിൽ പാമ്പിൻ്റെ ചിഹ്നമുള്ള പെട്ടി. പമേല ആ പെട്ടി കയ്യിലേക്കെടുത്തു. അതിൻ്റെ താക്കോൽ പഴുതിലേക്ക് മമ്മ തന്ന താക്കോലിട്ട് തിരിച്ചു. ആ പെട്ടിയുടെ താക്കോൽ തന്നെയായിരുന്നു അത്. പെട്ടിയുടെ പൂട്ട് തുറന്നതും ആകാംക്ഷയോടെ, അതിലേറെ ആശങ്കയോടെ അവൾ ആ പെട്ടി തുറന്നു. പേൾ. മമ്മയ്ക്കരികിൽ കിടക്കുന്ന ഇത്തിരി കുഞ്ഞൻ ആ പേര് നൽകിയത് പമേലയായിരുന്നു. പക്ഷെ അവന് സ്നേഹത്തോടെയല്ല, അസൂയയോടെ, അതിലേറെ ആശങ്കയോടെയായിരുന്നു അവൾ ആ പേര് നൽകിയത്. അവളുടെ പേടി മുഴുവൻ മമ്മ അവളേക്കാൾ കൂടുതൽ പേളിനെ സ്നേഹിക്കുമോ എന്നായിരുന്നു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. മെറ്റിൽഡ ഒരിക്കൽ പോലും പേളിനെ സ്നേഹത്തോടെ എടുത്ത് താലോലിച്ചില്ല. എന്തിന്, പലപ്പോഴും അവന് മുലപ്പാൽ പോലും അവൾ നൽകാറില്ല. അവൻ കരഞ്ഞു നിലവിളിക്കുമ്പോൾ അലമേലു എങ്ങാനും പറഞ്ഞാൽ അവൾ പാൽ നൽകിയാലായി. പോൾസന്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. മെറ്റിൽഡ പ്രസവിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് അയാൾ വീട്ടിലേക്ക് വരുന്നത്. ഇത് നമ്മുടെ മകനാണ് എന്ന് പറഞ്ഞ് മെറ്റിൽഡ പോൾസന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയോ കുഞ്ഞിനെ ആദ്യമായി കണ്ട നിമിഷം പോൾസൺ അവനെ ഒന്ന് എടുത്ത് കൊഞ്ചിക്കുകയോ ഒന്നും ഉണ്ടായില്ല. തനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷം ഒരിക്കൽ പോലും അവർ ഇരുവരുടെയും മുഖത്തുണ്ടായിട്ടില്ല. ഇതെല്ലാം കണ്ട് ആശ്ചര്യം തോന്നിയത് പമ്മേലയ്ക്കാണ്. പപ്പയും അമ്മയും ഇനി തന്നെ സ്നേഹിക്കില്ലെന്ന് കരുതി സങ്കടപ്പെട്ടവൾക്ക് പേളിൻ്റെ അവസ്ഥയോർത്ത് സഹതാപമാണ് തോന്നിയത്. പേൾ വളർന്നു വരും തോറും മെറ്റിൽഡ അവൻ്റെ കാര്യം ഒന്നും നോക്കാതെയായി. അങ്ങനെ ഒരു കുഞ്ഞ് വീട്ടിലുണ്ടോ എന്നറിയാത്ത പോലെയായിരുന്നു പലപ്പോഴും അവരുടെ പെരുമാറ്റം. ഓഫീസിലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പോൾസൺ പമേലയ്ക്ക് മാത്രം വാങ്ങിച്ചു കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ മുതൽ എല്ലാവരും വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ കുഞ്ഞുപേളിനെ അലമേലുവിനെ ഏൽപ്പിച്ചു പോകുന്നതിൽ വരെ നീളുന്ന അവഗണന. മമ്മ, എന്താ മമ്മയ്ക്ക് പേളിനെ ഇഷ്ടമല്ലാത്തത്? ഒരു ദിവസം കൊച്ചിയിൽ നടക്കുന്ന ജനറലിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകാനായി തയ്യാറാവുന്നതിനിടയിൽ പമേല മെറ്റിൽഡയോട് ചോദിച്ചു. അന്ന് പേളിന് പ്രായം ഏകദേശം 1.5 വയസ്സായിരുന്നു. അവൻ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന സമയം. ചുവരിൽ അള്ളിപ്പിടിച്ച് കുഞ്ഞു പേൾ മുറിയിലൂടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ പലതവണ അവൻ വീഴുന്നത് കണ്ടിട്ടും യാതൊരു കൂസലുമില്ലാതെ മെറ്റിൽഡ പോകാനായി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഒരുങ്ങുന്നത് കണ്ടിട്ടാണ് പമേല അങ്ങനൊരു ചോദ്യം മമ്മയോട് ചോദിച്ചത്. പക്ഷെ അവളുടെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ പമേലയോട് പോയി ഒരുങ്ങാൻ പറഞ്ഞു വിടുകയായിരുന്നു മെറ്റിൽഡ. താനൊന്ന് വീണാൽ, എന്തിന് കയ്യോ കാലോ ചുവരിലൊന്ന് ഇടിച്ചാൽ ഓടി വരുന്ന മമ്മയും പപ്പയും എന്തുകൊണ്ട് സ്വന്തം മകനായിട്ട് കൂടി പേളിനോട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും പമേലയ്ക്ക് മനസ്സിലായില്ല. എന്നാലും ആ പെണ്ണ് എവിടെ പോയി? ഈ ചോദ്യം പലതവണ മനസ്സിൽ ചോദിച്ചായിരുന്നു പിന്നീടുള്ള സേവ്യറിന്റെ ബസ്സിലെ യാത്ര. ചിന്തകൾ അമിതമായാൽ ആപത്താണ്. അത് മനസ്സിൽ ഭയം നിറയ്ക്കും. ആ യുവതി പറഞ്ഞ ഓരോ വാക്കുകൾ ആലോചിക്കുമ്പോഴും അതേ ഭയത്താൽ സേവ്യറിന്റെ ഉള്ളം നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. പച്ചവനത്തിലെ ആ വീടിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. പമേലയുടെ വീട്, പച്ച വീട്. അത് നീ വിട്ടേക്ക്. ഇനി അങ്ങോട്ട് നീ പോകണ്ട. ദൈവവും ജഗത്താനും ആ വീടിനെ ചുറ്റിപ്പറ്റിയുണ്ട്. 2 പേർക്കും അവളെ വേണം. അവളുടെ കൂടെ കൂടിയാൽ നിന്നെയും അവർ വേട്ടയാടും. ചിലപ്പോൾ മരണം പോലും സംഭവിച്ചേക്കാം. ദൈവവും ജഗത്താനും. അവനെ തേടി വന്നേക്കാവുന്ന മരണം.
ഒരു തമാശ പോലെ യുവതി പറഞ്ഞ ആ വാക്കുകൾ വിടാൻ എന്തുകൊണ്ടോ സേവ്യറിന് സാധിച്ചില്ല. ബസ്സിൽ നിന്നിറങ്ങി ഇരുളടഞ്ഞ ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ തനിക്ക് പിന്നാലെ ആരോ ഉള്ള പോലെ സേവ്യറിന് തോന്നി. കഴുത്തിൽ കിടക്കുന്ന കൊന്തയിൽ മുറുക്കെ പിടിച്ച് കൂടെ കർത്താവുണ്ടെന്നൊരു ധൈര്യത്തിലാണ് അവൻ്റെ നടപ്പ്. തന്നെ കടന്നു പോകുന്ന ഇളം കാറ്റിനൊപ്പം ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം അവൻ്റെ നാസികയിലേക്ക് വന്നു. അതോടെ അവൻ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. പക്ഷെ കാലുകൾ കുഴയുന്ന പോലെ. അടി തെറ്റിയാൽ എന്തും സംഭവിക്കാം. ഹൃദയം പടപടാ ഇടിക്കുകയാണ്. സേവ്യർ! പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി. ബസ്സിൽ വെച്ച് അവൻ കേട്ട അതേ യുവതിയുടെ ശബ്ദം. അറിയാതെ സേവ്യർ ആ പെരുവഴിയിൽ നിന്നുപോയി. പക്ഷേ തിരിഞ്ഞു നോക്കാൻ മനസ്സനുവദിച്ചില്ല. മുന്നോട്ട് നടക്കാൻ ഉടലും. ഏകദേശം 5 മിനിറ്റോളം അവൻ അവിടെ അങ്ങനെ നിന്നു. സേവ്യർ! ഇത്തവണ വിളി പിന്നിൽ നിന്ന് വന്ന ഒരു ബൈക്കുകാരൻ്റെ ആയിരുന്നു. അവൻ്റെ സുഹൃത്തും അയൽക്കാരനുമായ മഹേഷ് ആയിരുന്നു അത്. പരിചിതമായ ആ വിളി സേവ്യറിന് നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? ബൈക്ക് അവൻ്റെ അരികിൽ നിർത്തിക്കൊണ്ട് മഹേഷ് ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് പോകാൻ. അവന് പറയാൻ വാക്കുകൾ കിട്ടാതെയായി. ഞാനും വീട്ടിലേക്കാ, കയറിക്കോ. മഹേഷ് പറഞ്ഞു മുഴുമിപ്പിക്കേണ്ട താമസം സേവ്യർ വണ്ടിയിലേക്ക് കയറി. അവൻ്റെ ബൈക്കിൽ കയറി പോകുമ്പോൾ സേവ്യർ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടം ശൂന്യമായിരുന്നു. ഇനി തോന്നിയതായിരിക്കുമോ? അവന് സംശയം. സേവ്യറിൻ്റെ വീടിന് മുമ്പിൽ എത്തിയത് മഹേഷ് ബൈക്ക് നിർത്തി. സേവ്യർ ബൈക്കിൽ നിന്നിറങ്ങി. മഹേഷിനോട് നാളെ കാണാമെന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ കുറച്ചു മുമ്പ് താൻ പെരുവഴിയിൽ വെച്ച് കേട്ട ആ വിളി മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. സേവ്യർ! ലണ്ടനിൽ മഞ്ഞുകാലം ആരംഭിച്ചിരുന്നു. -ഡിഗ്രിയിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ചുറ്റുപാടുമുള്ള കോടയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. പകലിന് പോലും മൂടലാണ്. സൂര്യൻ്റെ കിരണങ്ങൾക്ക് മീതെ കോടമഞ്ഞ് പുതച്ച ആ പകലിൽ ഒരു സംഘം കന്യാസ്ത്രീകൾ പള്ളിവക ബസ്സിൽ അനാഥാലയത്തിന് മുന്നിൽ വന്നിറങ്ങി. റോമിൽ നടന്ന ഒരു മതപ്രഭാഷണത്തിന് പോയി വരുന്ന വഴിയാണവർ. എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ബസ്സിൽ അനാഥാലയത്തിലേക്ക് വന്ന അവരുടെ കൂട്ടത്തിൽ സിസ്റ്റർ ഡെല്ലയും ഉണ്ടായിരുന്നു. അനാഥാലയത്തിലെത്തിയ പാടെ ഡെല്ല തൻ്റെ റൂമിലേക്ക് പോലും പോകാതെ നേരെ പോയത് കുട്ടികളുടെ ബ്ലോക്കിലേക്കാണ്. ഡോർമെട്രിയിൽ കിടക്കുന്ന കുട്ടികളെല്ലാം നല്ല ഉച്ചമയക്കത്തിലാണ്. അവർക്കിടയിൽ ഡെല്ലയുടെ കണ്ണുകൾ തിരിഞ്ഞത് അറ്റത്തുനിന്ന് രണ്ടാമത്തെ കട്ടിലിൽ താഴെ തട്ടിൽ കിടക്കുന്ന അവളെയാണ്, ലിച്ചി. നീല കണ്ണുകളുള്ള 7 വയസ്സുകാരി സുന്ദരി കുഞ്ഞാണ് ലിച്ചി, ഡെല്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. അനാഥാലയത്തിന് മുമ്പിൽ നിന്ന് ആരോ ഉപേക്ഷിച്ച നിലയിൽ കിട്ടിയ ആ കുഞ്ഞിനെ വളർത്തിയതെല്ലാം ഡെല്ലയാണ്. പലതവണ പമേലയോടും ലൂക്കാസിനോടും അവർ കുട്ടികളില്ലാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ ലിച്ചിയെ ദത്തെടുക്കാൻ ഡെല്ല പറഞ്ഞിരുന്നു. ലൂക്കാസിന് അതിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും സ്വന്തം കുഞ്ഞല്ലാതെ മറ്റൊരു കുഞ്ഞ് തങ്ങൾക്ക് വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു പമേല. പിന്നെ ഡെല്ലയും നിർബന്ധിക്കാൻ പോയില്ല. ഡെല്ല ലിച്ചി കിടക്കുന്നിടത്തേക്ക് വന്നു. പക്ഷെ ആ ബെഡിൽ അവൾ ഉണ്ടായിരുന്നില്ല. ആശങ്കയോടെ ഡെല്ല നേരെ ഓഫീസിലേക്ക് നടന്നു. എന്നാൽ ഓഫീസ് മുറി ശൂന്യമായിരുന്നു. അതോടെ അവൾ തൊട്ടരികിലുള്ള മദറിൻ്റെ മുറിയിൽ പോയി മുട്ടാൻ തുടങ്ങി. സിസ്റ്ററോ, നിങ്ങൾ എപ്പോൾ എത്തി? ഉറക്കച്ചടവോടെ മദർ ചോദിച്ചു. മദറും നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. മദർ, ലിച്ചി എവിടെയാണ്? ഡോർമെട്രിയിൽ അവളെ കാണുന്നില്ലല്ലോ. ഡെല്ലയുടെ സ്വരത്തിൽ വല്ലാത്ത ആശങ്ക. 2 ദിവസം മുമ്പ് ഒരു ഫാമിലി വന്നിരുന്നു. അവർക്ക് ലിച്ചിയെ ഇഷ്ടമായി. പിന്നെ വൈകിച്ചില്ല. ഇന്നലെ തന്നെ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവർ ലിച്ചിയെ കൊണ്ടുപോയി. മദർ പറഞ്ഞത് കേട്ട് ഡെല്ലയ്ക്ക് ഒരേ സമയം സങ്കടവും സന്തോഷവും തോന്നി. അവൾക്കൊരു കുടുംബം കിട്ടിയതാണ് സന്തോഷത്തിന് കാരണമെങ്കിൽ പോകും മുമ്പ് അവളെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തായിരുന്നു അവളുടെ സങ്കടം മുഴുവൻ. മദറിനോട് മറ്റൊന്നും ചോദിക്കാതെ ഡെല്ല നേരെ അവളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറി കതകടച്ച് ബാത്റൂമിൽ ഫ്രഷ് ആകാൻ പോകാനായി ഒരുങ്ങിയതും ആരോ വാതിലിൽ മുട്ടിയതും ഒരുമിച്ചായിരുന്നു. ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു. ഓഫീസ് ഗേളായിരുന്നു അത്. സിസ്റ്ററിനൊരു കോളുണ്ട്, ഇന്ത്യയിൽ നിന്നാണ്. ഓ, പമേലയായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ രാത്രിയാണല്ലോ. പാതിരാത്രി എന്നെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണുമോ കർത്താവേ? ചെറിയൊരാശങ്കയോടെ ഡെല്ല ഓഫീസ് മുറിയിലേക്ക് നടന്നു. ലാൻഡ് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ പമേല. ഡെല്ല പമേലയെ വിളിച്ചു. പക്ഷെ മറുതലക്കിൽ നിന്ന് മറുപടിയൊന്നുമില്ല. പകരം എന്തൊക്കെയോ ഇടറിയ ശബ്ദങ്ങൾ മാത്രം കേൾക്കാം. പമേല. ഡെല്ല വീണ്ടും അവളെ വിളിച്ചു. ഈ തവണ ഡെല്ലയുടെ വിളി ആശങ്ക നിറഞ്ഞതായിരുന്നു. ഹലോ ഡെല്ല, ഞാൻ ആ താക്കോൽ, മമ്മയുടെ പെട്ടി. ഇടറിയ സ്വരത്തിൽ പമേല എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഒന്നും പൂർത്തിയാക്കാൻ അവൾക്കായില്ല. പമേല, എന്തൊക്കെയാ നീ പറയുന്നത്? മര്യാദയ്ക്ക് പറയുക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഡെല്ല പരിഭ്രാന്തയായി. ഡെല്ല, ഞാൻ മമ്മയുടെ പെട്ടി തുറന്നു. പമേല അത്ര പറഞ്ഞതും ഫോൺ കട്ടായി. തിരിച്ചു വിളിക്കാൻ ഡെല്ല എത്ര ശ്രമിച്ചിട്ടും കോൾ കണക്റ്റ് ആകുന്നില്ല.
എന്നിട്ടും അവൾ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം അവൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ പെട്ടിയെക്കുറിച്ചാണ്. യാഥാർത്ഥ്യത്തിൽ അവൾക്ക് അങ്ങനെ ഒരു പെട്ടിയെക്കുറിച്ചും അറിയില്ലായിരുന്നു. പമേല ഒരിക്കൽ പോലും ഒരു പെട്ടിയെക്കുറിച്ച് അവളോട് സൂചിപ്പിച്ചിട്ടുമില്ല. എന്നാലും എന്താണ് ആ പെട്ടി? പമേലയ്ക്ക് എന്തായിരിക്കും പറ്റിയത്? അവളെന്താ വിളിച്ചിട്ടെടുക്കാത്തത്? ഡെല്ല ആശങ്കയോടെ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം ലാൻഡ് ഫോൺ വീണ്ടും ശബ്ദിച്ചു. ധൃതിയിൽ ഡെല്ല കോൾ എടുത്തു. മറുതലയ്ക്കിൽ നിന്ന് പമേലയുടെ ശബ്ദം എത്തും മുമ്പ് ഡെല്ല അവളോടായി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഹലോ പമേല, എന്താ സംഭവിച്ചത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? പിന്നെ ഏത് പെട്ടിയെക്കുറിച്ചാണ് നീ പറഞ്ഞത്? വലിയൊരു ശബ്ദത്തിൽ പെട്ടി നിലത്തേക്കിട്ട് പമേല മുറിയിൽ നിന്നിറങ്ങി ഓടി. ആ സമയം അവളുടെ ദേഹം വിറകൊള്ളുകയായിരുന്നു. പടികളിറങ്ങി നിലത്തെത്തിയ പമേല ധൃതിയിൽ ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. ടേബിളിൽ കൈവച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു. ശേഷം രണ്ടും കൽപ്പിച്ച് ലാൻഡ് ഫോണിൽ നമ്പർ ഡയൽ ചെയ്തു. ആ പെട്ടിയിൽ അവൾ കണ്ടത് എന്തെന്നാ അവൾക്ക് ആരോടെങ്കിലും പറയണമായിരുന്നു. അങ്ങനെ പറയാൻ ഇപ്പോൾ ഒരാളെ അവളുടെ ജീവിതത്തിൽ ഉള്ളൂ. അത് ഡെല്ലയാണ്. പമേല ഡെല്ലയെ വിളിച്ചു. ഹലോ പമേല. ഡെല്ല മറുതരക്കിൽ നിന്ന് അവളുടെ പേര് വിളിച്ചതും പമേല എന്തോ ചിന്തിക്കുകയായിരുന്നു. പമേല, അവൾ വിളി ആവർത്തിച്ചതും ഫോൺ വയറിൽ മുറുക്കി പിടിച്ചു. ഹലോ ഡെല്ല, ഞാൻ ആ താക്കോൽ, മമ്മയുടെ പെട്ടി. പമേലയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടാതെയായി. മറുതലയ്ക്കിൽ നിന്ന് ഡെല്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ പമേലയ്ക്ക് ഇപ്പോൾ താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന ബോധം പോലും ഉണ്ടായിരുന്നില്ല. അവൾ അറിഞ്ഞ രഹസ്യങ്ങൾ അവളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മമ്മയുടെ പെട്ടി തുറന്നു. ഒടുവിൽ എങ്ങനെയോ അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനു പിന്നിലെ അബദ്ധം അവൾക്ക് മനസ്സിലായത്. ധൃതിയിൽ പമേല കോൾ കട്ട് ചെയ്ത് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താൻ തുടങ്ങി. ഞാൻ ഡെല്ലയോടത് പറയരുതായിരുന്നു. അവൾക്കൊന്നും അറിയില്ല. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ? ഇല്ല, പറയണം. പമേല ആകെ മൊത്തം ആശങ്കയിലായി. അതിനിടയിൽ ലാൻഡ് ഫോൺ 2 തവണ ശബ്ദിച്ചു. ഡെല്ല തിരിച്ചു വിളിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അവളോട് താൻ അറിഞ്ഞതെല്ലാം പറയണോ വേണ്ടയോ എന്നതായിരുന്നു പമേലയുടെ സംശയം. വേണ്ട, ഡെല്ല ഒന്നും അറിയണ്ട. തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് അവളെ ഒഴിവാക്കാം, പമേല തീരുമാനിച്ചു. അവൾ ദീർഘനിശ്വാസം എടുത്ത ശേഷം ലാൻഡ് ഫോണിൽ ഡെല്ലയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ പമേല, എന്താ സംഭവിച്ചത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? പിന്നെ ഏത് പെട്ടിയെക്കുറിച്ചാണ് നീ പറഞ്ഞത്? കോൾ എടുത്തത് മറുതലയ്ക്കിൽ നിന്ന് ആകാംക്ഷയോടെ ഡെല്ല ചോദിച്ചു. അവളുടെ വാക്കുകളിൽ പമേലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഹലോ ഡെല്ല, നീ ടെൻഷൻ അടിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ മമ്മയുടെ പഴയൊരു പെട്ടി കണ്ടെത്തി. അതിൽ എൻ്റെയും പേളിൻ്റെയും കളിപ്പാട്ടങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അവരെ എല്ലാം ഓർമ്മ വന്നു. ഒറ്റയ്ക്കായ പോലെ തോന്നി. അതാ നിന്നെ വിളിച്ചത്. എങ്ങനെയോ പമേല പറഞ്ഞൊപ്പിച്ചു. ഏയ് പമേല, നീ വിഷമിക്കാതെ. ഞാനില്ലേ കൂടെ. വീടിൻ്റെ കച്ചവടം കഴിഞ്ഞ് വേഗം വരാൻ നോക്ക്. ഇവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. തന്നെ ആശ്വസിപ്പിക്കാനാണ് ഡെല്ല ഇത് പറയുന്നതെന്ന് പമേലയ്ക്ക് അറിയാമായിരുന്നു. അവിടെ ഒരാളും അവളെ കാത്തിരിക്കുന്നില്ലെന്ന് പമേലയ്ക്ക് ഉറപ്പായിരുന്നു. പിന്നെയും എന്തൊക്കെയോ ആശ്വാസവാക്കുകൾ പറഞ്ഞാണ് ഡെല്ല കോൾ കട്ട് ചെയ്തത്. എല്ലാറ്റിനും ഒന്ന് മൂളിക്കൊടുക്കുക മാത്രം പമേല ചെയ്തു. ഡെല്ലയുടെ കോൾ അവസാനിച്ചതും പമേല നേരെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ആ പെട്ടിയിൽ അവൾ കണ്ട രഹസ്യത്തെക്കാൾ അവളെ വേദനിപ്പിച്ചത്, അലട്ടിയത് തന്നെ കാത്തിരിക്കാൻ പോലും ഒരാളില്ലെന്ന യാഥാർത്ഥ്യമാണ്. പറയാതെ വയ്യ. ആരും കൂട്ടിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ശരിക്കും ഭീകരമാണ്. പോൾസൺ സാഹിബും കുടുംബവും പച്ചവനത്തിൽ വന്ന് താമസമാക്കിയിട്ട് 6 വർഷങ്ങൾക്ക് ശേഷം പമേലയ്ക്കെന്ന് 16 വയസ്സ്, പേളിന് 6. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ ഏറ്റവും ചൂടുപിടിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. എന്നാൽ അപ്പോഴും പോൾസൺ സാഹിബ് പച്ചവനത്തിന് പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ. ആട്ടിൻ പറ്റങ്ങൾക്കിടയിൽ അവരിൽ ഒരുവനായി ആർക്കും പിടികൊടുക്കാതെ ഒളിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് പച്ചവനത്തിൽ കബനി നദിയോട് ചേർന്നുള്ള ഭൂമികൾ ബ്രിട്ടീഷുകാർ കയ്യേറാൻ തുടങ്ങിയത്. അമിത നികുതി ചുമത്തി ജനങ്ങളെ വലയ്ക്കുന്ന വെള്ളക്കാരൻ്റെ പോലീസ് പട യാതൊരു മുന്നറിയിപ്പും കൂടാതെ നദീതീരത്തേക്ക് കടന്നു വരികയായിരുന്നു. അവിടെ താമസിക്കുന്ന ആളുകളെ അടിച്ച് ഓടിപ്പിക്കുകയും അവരുടെ കൂരകളെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പാർട്ടിക്കാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൂടി. മുദ്രാവാക്യങ്ങളും ജയ്വിളികളുമായി സമരം ശക്തമായതും പോലീസുകാരുടെ കയ്യിൽ ഇതൊതുങ്ങില്ലെന്ന് ഉറപ്പായി. നശിപ്പിച്ച വീടുകൾ പുതുക്കി പണിതു കൊടുക്കണമെന്നാണ് സമരം നടത്തുന്നവരുടെ ആവശ്യം. എന്നാൽ ആ ഇടം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആണെന്നും അവിടെ പുതിയ എന്തോ ഫാക്ടറി വരാൻ പോവുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. 2 കൂട്ടരും പരസ്പരം വിട്ടുകൊടുക്കാതെ സമരം മുന്നോട്ടു പോയി. ദിവസം കഴിയുന്തോറും സമരം കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. സ്റ്റേഷനകത്തേക്കോ പുറത്തേക്കോ ഒരാൾക്ക് പോലും പോകാൻ കഴിയാത്ത അത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ പോലീസുകാർക്ക് മേൽ അധികാരികളെ വിവരമറിയിച്ചു.
സ്റ്റേഷനകത്തേക്കോ പുറത്തേക്കോ ഒരാൾക്ക് പോലും പോകാൻ കഴിയാത്ത അത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ പോലീസുകാർ മേലധികാരികളെ വിവരമറിയിച്ചു. ഈ പ്രശ്നം വേണ്ട വിധം ഒതുക്കി തീർക്കാൻ പറ്റിയ ആൾ ഫോറസ്റ്റ് ഓഫീസറായ പോൾസൺ വോക്കർ ആണെന്ന് ഉറപ്പുള്ള വെള്ളക്കാർ അദ്ദേഹത്തെ തന്നെ അതിനായി നിയമിച്ചു. സമരത്തിന്റെ 3-ാം നാൾ പോൾസൺ സാഹിബ് തന്റെ വെളുത്ത കോണ്ടസിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വന്നിറങ്ങി. അദ്ദേഹത്തോടൊപ്പം കാറിൽ പമേലയും ഉണ്ടായിരുന്നു. പമേല, നീ കാറിൽ തന്നെ ഇരുന്നോ, പപ്പ ഉടനെ വരാം. പമേലയോട് കാറിൽ തന്നെ ഇരിക്കാൻ കൽപ്പിച്ച് പോൾസൺ കാറിന്റെ ഡിക്കി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സമരക്കാർക്കരികിലേക്ക് നടന്നു. പോൾസൺ സാഹിബ്. പോൾസനെ കണ്ടതും സമരക്കാരെല്ലാം ബഹുമാനത്തോടെ അയാൾക്ക് നേരെ തിരിഞ്ഞു. അവരുടെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം തീർക്കുമെന്ന പ്രതീക്ഷ അപ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇപ്പോഴാണ് സമരത്തെക്കുറിച്ച് അറിഞ്ഞത്. പോൾസൺ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഭൂമി. അതിനിടയിൽ കയറി ആരോ പറഞ്ഞു, ആർക്കും ഒരു ഭൂമിയും നഷ്ടമാകില്ല. നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ഞാൻ എന്താണ് പ്രശ്നമെന്ന് അകത്ത് കയറി സംസാരിച്ചു നോക്കട്ടെ. പോൾസൺ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ശേഷം അയാൾ സമരക്കാരെ നോക്കി. അതോടെ അദ്ദേഹത്തിന് പോകാനായി അവർ 2 വശത്തേക്കും നീങ്ങി. അവർക്കിടയിലൂടെ നടന്ന് പോൾസൺ സാഹിബ് സ്റ്റേഷനകത്തേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വരുന്നതും കാത്ത് പ്രതീക്ഷയോടെ ജനങ്ങളെല്ലാം പുറത്തു നിന്നു. പപ്പ സ്റ്റേഷനകത്തേക്ക് പോയതും പമേല കാറിൽ നിന്നിറങ്ങി. പോലീസ് സ്റ്റേഷന് ഇടതുവശത്തെ ഉയരം കൂടിയ ഭാഗത്തായി നിന്ന് സമരക്കാരെ നോക്കി. പോൾസന്റെ വരവും കാത്ത് അക്ഷമരായിരിക്കുകയാണ് അവരെല്ലാം. അവർക്കിടയിൽ ചിരുതയെയും അവൾക്കരിയിലിരിക്കുന്ന നീലനെയും അവൾ കണ്ടു. നീലൻ പമേലയെ കണ്ടതും അവളെ നോക്കി ചിരിച്ചു. തിരികെ അവളും ചിരിച്ച ശേഷം സ്റ്റേഷന്റെ ഇടതുവശത്തായുള്ള കാട്ടിലേക്ക് നടന്നു. പമേല അങ്ങോട്ട് പോയതിന് പിന്നാലെ നീലൻ സമരക്കാർക്കിടയിൽ നിന്ന് എഴുന്നേറ്റു. നീല, എങ്ങോട്ടാ പോകുന്നത്? ചിരുത അവൻ എഴുന്നേറ്റതും അവനോടായി ചോദിച്ചു. ഞാനിപ്പോൾ വരാം അമ്മേ. പോകും മുമ്പ് വേലുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബീഡി വാങ്ങാൻ അവൻ മറന്നില്ല. കൂടുതലൊന്നും പറയാതെ അവൻ അവിടെ നിന്നും നേരെ ഇടതുവശത്തെ കാട്ടിലേക്ക് നടന്നു. അതിനിടയിൽ മുണ്ടിനടിയിലെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടി എടുത്ത് ബീഡി കത്തിച്ച് വലിക്കാനും തുടങ്ങി. ബീഡിയും വലിച്ച് ആരെയോ തേടി നീലൻ കാട്ടിലൂടെ നടന്നു. അതിനിടയിൽ പിന്നിലൂടെ വന്ന ആരോ അവനെ വാരിപ്പുണർന്നു. പാമി. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൻ വിളിച്ചു. പമേല ദേഷ്യത്തിൽ അവൻ്റെ മേൽ നിന്നുള്ള പിടിവിട്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് അതേ ദേഷ്യത്തോടെ അവൻ്റെ ചുണ്ടിലെരിയുന്ന സിഗരറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. നീ ബീഡി വലിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു. അത് കാര്യമാക്കാതെ നീലൻ പമേലയുടെ അടിവയറ്റിൽ പിടിച്ച് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. ഈമ വെട്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ്റെ നോട്ടം താങ്ങാനാവാതെ പമേലയുടെ സ്വരം ഇടറി. നോക്കാതിരിക്കാൻ പറ്റുന്നില്ലെന്നേ. അവൻ അവളെ ചുംബിക്കാനായി ചുണ്ടുകളിൽ അവളിലേക്ക് അടുപ്പിച്ചതും പമേല അവൻ്റെ വാപുത്തി. വേണ്ട, ബീഡിയുടെ മണം മണക്കുന്നുണ്ട്. എനിക്കതിഷ്ടമല്ല. അത് കേട്ടതും നിരാശയോടെ പമേലയുടെ ദേഹത്തു നിന്ന് നീലൻ്റെ കൈകൾ ഒന്നയഞ്ഞു. ഈ സമരം ഇന്ന് അവസാനിക്കുമോ? കാര്യം മാറ്റാനെന്നോണം പമേല ചോദിച്ചു. അറിയില്ല, പക്ഷെ നീതി കിട്ടും വരെ ഈ പോരാട്ടം തുടരും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആ ഭൂമി നഷ്ടപ്പെട്ടവർ നിന്റെ ആരുമല്ലല്ലോ നീല. പമേലയ്ക്ക് സംശയം. ഇവർക്ക് സംഭവിച്ചത് നാളെ ഞങ്ങൾക്കും സംഭവിക്കാം. പിന്നെ ഈ വീട് നഷ്ടപ്പെട്ടവർ എൻ്റെ ആരുമല്ല. പക്ഷെ ഞങ്ങളെല്ലാം ഈ കാടിൻ്റെ മക്കൾ തന്നെയല്ലേ, പച്ചമ്മയുടെ മക്കൾ. നീലൻ്റെ സ്വരം ഗൗരവം നിറഞ്ഞതായിരുന്നു. പക്ഷെ അവസാന വാക്കുകൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു. എന്നാണ് നിന്റെ ഈ സമരമെല്ലാം അവസാനിക്കുക? പമേലയ്ക്ക് പിന്നെയും സംശയം. എന്ന് ബ്രിട്ടീഷുകാർ ഭാരതം ഉപേക്ഷിച്ചു പോകുന്നോ അന്ന്. അതായത് എന്നെയും എൻ്റെ പപ്പയും ഒക്കെ ഇവിടെ നിന്ന് ഓടിപ്പിക്കാനാണ് നിന്റെ പദ്ധതി. പമേല അവനെ നോക്കി പുരികം കൂർപ്പിച്ചു. അങ്ങനെയല്ല, ഞങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. നിന്നെ ഓടിപ്പിക്കാൻ എനിക്ക് കഴിയുമോ പാമി? പിന്നെ നിന്റെ പപ്പ പോൾസൺ സാഹിബ്, അദ്ദേഹം ഈ കാടിന് വേണ്ടപ്പെട്ടവനല്ലേ? നീലൻ പറഞ്ഞത് കേട്ട് പമേല ചിരിച്ചു. എങ്കിൽ ഞാൻ പോട്ടെ, പപ്പ വരും. പമേല പോകാൻ ധൃതി കൂട്ടി. എന്നാൽ അവനുണ്ടോ സമ്മതിക്കുന്നു. 2 മിനിറ്റ് കൂടെ പാമി. അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ആ കൈകൾ വെടിയിച്ച് നീലൻ്റെ ഇടത് കവിളിൽ മൃദുവായി ചുംബിച്ച് പമേല അവിടെ നിന്നോടി. പാമി. സ്നേഹത്തോടെ അവൻ ഉറക്ക വിളിച്ചു. അത് കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി അവനൊരു പുഞ്ചിരി സമ്മാനിച്ചവൾ അവിടെ നിന്നോടി കാറിൽ പോയിരുന്നു. പമേല പോയതും നീലൻ തിരികെ സമരം നടക്കുന്നിടത്തേക്ക് വന്നു. പോൾസൺ സാഹിബ് ഇപ്പോഴും അകത്തുനിന്ന് വന്നിട്ടില്ല. നീലൻ സ്റ്റേഷനോട് ചേർന്ന മരത്തിന് കീഴെ നിൽക്കുന്ന വേലുവിൻ്റെ അടുത്ത് വന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബീഡിയും കൂടി വാങ്ങി ചുണ്ടിൽ വെച്ച് കത്തിക്കാൻ ഒരുങ്ങിയതും കാറിലിരിക്കുന്ന പമേല അവനെ നോക്കി കണ്ണുകൾ ഉരുട്ടുന്നത് അവൻ കണ്ടു. അതോടെ നീലൻ ആ ബീഡി വേലുവിന് തന്നെ തിരികെ നൽകി. അതൊക്കെ പമേല അവനെ നോക്കി ചിരിച്ചു. അവളെ കാണാൻ പോയതാണല്ലേ? ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീല? നീലനും പമേലയും തമ്മിലുള്ള ബന്ധം അറിയാവുന്ന വേലു ആശങ്കയോടെ ചോദിച്ചു. നടക്കാതെ പിന്നെ? എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ഇഷ്ടമാണ്. പിന്നെന്താ പ്രശ്നം?
എന്താ പ്രശ്നമെന്നോ? പോൾസൺ സാഹിബ് സമ്മതിക്കില്ലെന്നുറപ്പാണ്. എല്ലാം ഉപേക്ഷിച്ച് അവൾ നിന്റെ കൂടെ വരാൻ തയ്യാറാകുമോ? ഇനി വന്നാൽ തന്നെ വെള്ളക്കാർ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുമോ? വേലുവിന് അവരുടെ പ്രണയത്തിന്റെ അവസാനം ഓർത്ത് വല്ലാത്ത ഭയം തോന്നി. പക്ഷെ അങ്ങനൊരു ഭയം നീലനില്ലായിരുന്നു. വേലു അത് പാമിയാണ്, എൻ്റെ പാമി. ഞാനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. എനിക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. പിന്നീടൊന്നും വേലു പറഞ്ഞില്ല. നീലൻ അവിടെ നിന്ന് മിഴികളെടുക്കാതെ അവൻ്റെ പാമിയെ നോക്കി. തിരികെ അവളും അവനെ തന്നെ നോക്കി കാറിലിരുന്നു. പ്രണയം ഇമവെട്ടാതെ പരസ്പരം മിഴികളാൽ അവർ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. മഞ്ഞിന്റെ നേർത്ത കണങ്ങൾ വീഴുന്ന രാവിൽ അവളുടെ കരച്ചിൽ ഉയർന്നു കേട്ടു. ലണ്ടനിലെ ഇടുങ്ങിയ തെരുവിലെ ആ ഇടവഴിയിൽ ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടിയിരിക്കുകയാണവൾ. ആ തണുപ്പിൽ ഒരു സ്വെറ്റർ പോലും ഇല്ലാതെ അവൾ ഇരുന്ന് വിറകൊള്ളുകയാണ്. ആരിൽ നിന്ന് ഓടി ഒളിച്ചാണ് അവൾ അവിടെ ഇരിക്കുന്നത്. ഇരുട്ടിൽ ദൂരെ നിന്ന് നേർത്ത കാലൊച്ചകൾ കേട്ടതും അവൾ അവിടെ നിന്ന് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ആ തെരുവിൽ ഏതു വഴിയിലൂടെ പോകണമെന്നറിയാതെ അവൾ നിന്ന് കുഴങ്ങി. അപ്പോഴേക്കും അവളെ തേടി അവർ അവിടെ എത്തിയിരുന്നു. മുഖംമൂടിയിട്ട് 4 പേർ. അവരെ കണ്ടതും അവൾ എതിർദിശയിലേക്ക് ഓടി. എന്നാൽ അവിടെയും മുഖംമൂടിയിട്ട ആളുകൾ വന്നതും അവൾ പേടിച്ചുകൊണ്ട് അവിടെ നിന്നു. 2 വശത്തു നിന്നും ആളുകൾ അവളെ ബലമായി പിടിച്ചു. എന്നെ വിട്. അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും അവൾക്ക് സാധിച്ചില്ല. അവർ അവളെയും കൊണ്ട് തെരുവിൻ്റെ അറ്റത്തായി നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിനരികിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ നിലവിളി തെരുവിനെ നടുക്കിക്കൊണ്ട് അവിടെയെല്ലാം മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഡെല്ല ഞെട്ടി എഴുന്നേറ്റു. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല. മനസ്സിലേക്ക് പിന്നെയും പിന്നെയും ആ ദൃശ്യം കടന്നു വരികയാണ്. ആ പെണ്ണ്, അവളെ ഒരു സ്വപ്നമായി കണ്ടു മറക്കാൻ എന്തുകൊണ്ടോ ഡെല്ലയ്ക്ക് കഴിഞ്ഞില്ല. ഇതിപ്പോൾ പലതവണയായല്ലോ ഇത്തരം സ്വപ്നങ്ങൾ. ഡെല്ല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മേശയ്ക്ക് മുകളിലെ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ചു. ശേഷം കസേരയിലിരുന്ന് പാതി വായിച്ചു വെച്ച പുസ്തകം തുറന്ന് അവൾ വായിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവളുടെ കണ്ണുകൾ തുറന്നിട്ട ജാലകവാതിലൂടെ പുറത്തേക്ക് നീണ്ടു. അനാഥാലയത്തോട് ചേർന്നുള്ള ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടത്തിൽ വെളിച്ചം കത്തുന്നുണ്ട്. പണ്ട് അവിടുത്തെ പള്ളിയിലെ ഫാദറായിരുന്ന ഫാദർ ഗോലിയാത്ത് ബ്രൗൺസ് താമസിച്ചിരുന്ന കെട്ടിടമായിരുന്നു അത്. 1-ാം ലോക മഹായുദ്ധത്തിനിടയിലാണ് സംഭവം. ദുർമന്ത്രവാദം ചെയ്തുവെന്നാരോപിച്ച് അദ്ദേഹത്തെ അന്ന് സഭയിൽ നിന്ന് പുറത്താക്കി. അതിൽ മനംനൊന്താകണം അദ്ദേഹം ആ കെട്ടിടത്തിലുള്ള തൻ്റെ ബെഡ്റൂമിൽ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരും ആ പരിസരത്തേക്ക് പോലും പോകാറില്ല. ആ കെട്ടിടത്തിനുള്ളിൽ കത്തുന്ന വെളിച്ചം ഒരേ സമയം ആശങ്കയും ഭയവും ഡെല്ലയിലുണ്ടാക്കി. അവൾ ജനാലയുടെ വാതിൽ കൊട്ടിയടച്ചു. എന്നിട്ട് കസേരയിലിരുന്ന് പുസ്തകം വായിക്കാൻ തുടങ്ങി. എന്നാലും ഇതുവരെ കാണാത്ത വെളിച്ചം ഇന്നവിടെ എങ്ങനെ കത്തിയെന്ന സംശയം അവളുടെ ഉള്ളിൽ ബാക്കിയായിരുന്നു. സേവ്യർ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇന്നലെ വന്ന പാടെ ക്ഷീണം കൊണ്ടാകണം അവനൊരു കിടപ്പായിരുന്നു. അമ്മച്ചി അവനുള്ള ഭക്ഷണമെല്ലാം നേരത്തെ തന്നെ ടേബിളിൽ ഒരുക്കി വെച്ചിരുന്നു. അമ്മച്ചി സെറീന ക്ലാസ്സിൽ പോയോ? പല്ല് തേച്ച് ഭക്ഷണം കഴിക്കാനായി ടേബിളിൽ വന്നിരുന്ന പാടെ തൻ്റെ അനിയത്തിയെക്കുറിച്ച് സേവ്യർ ചോദിച്ചു. അമ്മച്ചി പോയെന്ന് തലയാട്ടി. അതോടെ അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മച്ചി അവനെ വിളമ്പിക്കൊടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അരികിൽ തന്നെ നിൽപ്പുണ്ട്. ഈ ഞായറാഴ്ച നമ്മുടെ തെക്കയിലെ തോമാച്ചായൻ്റെ മോളുടെ മനസ്സമ്മതമുണ്ട്. നീ ഉണ്ടായില്ലേ ഇവിടെ? ഇല്ല, ഞാൻ നാളെ പോകും. നാളെയോ? നീ ഇന്ന് വന്നല്ലേ ഉള്ളൂ സേവ്യ? അമ്മച്ചിയുടെ മുഖത്ത് പരിഭവം. ഒരു സ്ഥലക്കച്ചവടമുണ്ട് അമ്മച്ചി. ഓ, ഒരു സ്ഥലക്കച്ചവടം. നിനക്കെപ്പോഴും അതല്ലേ ഉള്ളൂ? അമ്മച്ചി ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നാൽ സേവ്യർ അമ്മച്ചിയെ അവിടെ പിടിച്ചു നിർത്തി. ഏയ്, പിണങ്ങല്ല എൻ്റെ സാറാ കൊച്ചേ. ഞാൻ കാരണം ലണ്ടനിൽ നിന്ന് വന്നതാണ് ആ മാഡം. 4 മാസം ഗർഭിണിയാണ്. ഭർത്താവാണെങ്കിൽ കടം കയറി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ കടം വീട്ടാനായി കേരളത്തിലുള്ള അവരുടെ വീട് വിൽക്കാൻ വന്നതാണ്. അതിനെന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിച്ചേ പറ്റൂ, അല്ലാതെ എനിക്കിനി ഒരു സമാധാനം കിട്ടില്ല. സേവ്യർ പമേലയുടെ അവസ്ഥയെല്ലാം ചുരുക്കി അമ്മച്ചിയോട് പറഞ്ഞു. അപ്പോഴും ഇന്നലെ രാത്രി അവനുണ്ടായ അനുഭവവും ആ സ്ത്രീ പറഞ്ഞ വാക്കുകളും അവനെ അലട്ടുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ സങ്കടം മാത്രമേ നീ കാണൂ. ഞാനും ഒരു പെങ്കൊച്ചു ഇവിടെ തനിച്ചാണെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? എന്തേലും ആകട്ടെ, വേഗം ആ കച്ചവടം തീർത്ത് വരാൻ നോക്ക്. പിണക്കക്കാരിയാണെങ്കിലും സേവ്യറിനെ പോലെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ അലിയുന്ന മനസ്സായിരുന്നു അവൻ്റെ അമ്മച്ചി സാറാമ്മയുടെയും. ഇന്നലെ മഹേഷിനെ കണ്ടതുകൊണ്ട് വേഗമെത്തി, അല്ലെങ്കിൽ നടന്നു വരേണ്ടി വന്നേനെ. ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ കൈ കഴുകുന്നതിനിടെ സേവ്യർ പറഞ്ഞു. മഹേഷോ? അവൻ കഴിഞ്ഞ ആഴ്ച ദുബായി പോയല്ലോ. എന്ത്? അമ്മച്ചി പറഞ്ഞത് കേട്ട് സേവ്യർ ഞെട്ടലോടെ അവർക്ക് നേരെ തിരിഞ്ഞു. മഹേഷ് അല്ല, അവൻ്റെ അനിയൻ മനീഷായിരുന്നു. ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൻ അമ്മച്ചിയോട് കള്ളം പറഞ്ഞു.
അത് കേട്ടപ്പോൾ അമ്മച്ചിയുടെ മുഖത്തെ ആശങ്ക മാറി. പക്ഷേ സേവ്യറിൻ്റെ ഉള്ളം വിറകൊള്ളുകയായിരുന്നു. മഹേഷ് ദുബായിൽ പോയെങ്കിൽ ഇന്നലെ എന്നെ ഇവിടെ ബൈക്കിൽ കൊണ്ടുവന്നാക്കിയത് ആരാണ്? എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്ന് സേവ്യറിന് തോന്നി. സിസ്റ്റർ ഡെല്ല രാവിലെ തന്നെ മദറിൻ്റെ മുറിയിലേക്ക് വന്നു. എന്ത് വേണം സിസ്റ്റർ? ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന മദർ അതിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ ഡെല്ലയോടായി ചോദിച്ചു. എനിക്ക് ലിച്ചിയെ കൊണ്ടുപോയവരുടെ അഡ്രസ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓഫീസ് രജിസ്റ്ററിൽ നോക്കിയപ്പോൾ കാണാനില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഡെല്ലയുടെ ചോദ്യം കേട്ട് മദർ ബൈബിളിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. സോറി സിസ്റ്റർ, അവരുടെ അഡ്രസ്സ് എനിക്ക് തരാൻ കഴിയില്ല. അത് പരസ്യമാക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ഡെല്ലയുടെ മുഖത്ത് നിരാശ. അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങി. സിസ്റ്റർ, ഒരു കാര്യം, ഇവിടെ നിന്ന് പോയവർ പോയതാണ്. പിന്നീട് അവരെക്കുറിച്ച് ഒരന്വേഷണം വേണമെന്നില്ല. അതിപ്പോൾ ആരായാലും. മദർ അവരെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഡെല്ല അതിന് തലയാട്ടി പുറത്തേക്ക് നടന്നു. പുറത്തെ പ്ലേ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള നീളൻ മരപ്പലകയിൽ പോയി അവൾ ഇരുന്നു. ലിച്ചിയുമായി ഏറ്റവും കൂടുതൽ ഡെല്ല സമയം പങ്കിടുന്നത് അവിടെയായിരുന്നു. അവളെ ഒരു തവണ കൂടി കാണാൻ, പുതിയ കുടുംബത്തിനോടൊപ്പം അവൾ സന്തോഷവതിയാണോ എന്നൊക്കെ അറിയാൻ ഡെല്ലയ്ക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ജാനറ്റ്, ഇങ്ങോട്ട് വന്നേ. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ലിച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ജാനറ്റിനെ അവൾ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ലിച്ചിയെ കൊണ്ടുപോയവരെ നീ കണ്ടുവോ? വളരെയധികം ആശങ്കയോടെ അവളെ മടിയിലിരുത്തി ഡെല്ല ചോദിച്ചു. ലിച്ചി ആരും കൊണ്ടുപോയിട്ടില്ല സിസ്റ്റർ, അവൾ ദേ അവിടെയുണ്ട്. ജാനറ്റ് നിഷ്കളങ്കമായി അവർക്ക് എതിർവശത്തെ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി. ഫാദർ ഗോലിയാത്ത് താമസിച്ച ആ കെട്ടിടമായിരുന്നു അത്. മദർ ലിച്ചിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാ. ഞാൻ ചോദിച്ചപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ലിച്ചി തിരിച്ചു വരുമെന്നാ മദർ പറഞ്ഞത്. കൂടുതലൊന്നും പറയാതെ ജാനറ്റ് പ്ലേ ഗ്രൗണ്ടിലേക്ക് ഓടി. ഡെല്ല ഒന്നും മനസ്സിലാകാതെ ആ കെട്ടിടത്തിലേക്ക് നോക്കി അവിടെ ഇരുന്നു. എന്നുടലിൻ്റെ പാതിയായ പെണ്ണെ, നിന്നുയിരിൻ്റെ തുടിപ്പ് എന്നിലാണ്. അഴിഞ്ഞുലഞ്ഞ മുടിയുമായി കണ്ണുകൾ എടുക്കാതെ അവനെ നോക്കി അവൻ്റെ അരികിൽ കിടക്കുന്ന അവളുടെ കവിളിൽ മൃദുവായി തലോടി അവൻ. അവരുടെ പ്രണയം ഒരു കാന്തം പോലെയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ അകറ്റാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും അതിങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ചുണ്ടുകളിൽ പ്രണയം നിറച്ച് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അതോടെ അവൻ അവളോട് ചേർന്നു. സ്നേഹാർദ്രമായി അവളെ വാരിപ്പുണർന്നു. അധരങ്ങൾ പരസ്പരം ചേർന്നു. ചുംബനത്തിന് തേനിൻ്റെ മധുരവും കടലിൻ്റെ ഉപ്പരസവും ചേർന്ന രുചിയാണ്. പ്രണയത്തിൻ്റെ ആ സ്വാദ് അനുഭവിച്ചു തന്നെ അറിയണം. ചുംബനത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ മിഴികൾ തുറന്ന് അവൻ അവളെ നോക്കി. നിമിഷ നേരം കൊണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവൾ കിടന്നിടം ശൂന്യമായിരുന്നു. അവിടെ അവശേഷിച്ചത് കേവലം ആമ്പൽപ്പൂക്കൾ മാത്രമായിരുന്നു. അതും രക്തം പറ്റിയ ആമ്പൽപ്പൂക്കൾ. പാമി, അവളുടെ പേര് വിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് നീലൻ ഞെട്ടി എഴുന്നേറ്റു. അവൻ്റെ ബഹളം കേട്ട് ചിരുത അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നു. ഉറക്കത്തിൽ നിനക്ക് ആ നശിച്ചവളുടെ ചിന്തയേ ഉള്ളൂ നീല? ദേഷ്യത്തോടെയാണ് ചിരുത അത് ചോദിച്ചത്. അതിനുത്തരം പറയാൻ കഴിയുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ നീലൻ. അവൻ്റെ ചിന്തയിൽ അവൻ ഇപ്പോഴും ചോര പറ്റിയ ആ ആമ്പൽപ്പൂക്കൾ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ്. ഇതേ സമയം പച്ച വീട്ടിൽ മീനമ്മു അടുക്കളയിൽ രാവിലത്തെ ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാം തയ്യാറായതും അവൾ പമേലയുടെ മുറിയിലേക്ക് നടന്നു. വാതിലിൽ കൊട്ടിയതും അത് തുറന്നു വന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോഴാണ് വാതിലകത്തുനിന്ന് പൂട്ടിയിരുന്നില്ല, വെറുതെ ചാരിയിട്ടിട്ടുള്ളൂവെന്ന് മീനമ്മുവിന് മനസ്സിലായത്. പമേലയെ വിളിക്കാൻ ഒരുങ്ങിയതും നിലത്ത് കിടക്കുന്ന അവളെ കണ്ട് മീനമ്മ ഒന്ന് ഞെട്ടി. കട്ടിലിൽ നിന്ന് അവൾ മറിഞ്ഞു വീണതാണോ, എഴുന്നേറ്റ് നടന്നു പോകുന്നതിനിടയിൽ ബോധരഹിതയായി അവൾ വീണതാണോ എന്നറിയില്ല. മീനമ്മ അവൾക്ക് അരികിലേക്ക് ഓടി. നിലത്ത് കിടക്കുന്ന അവളെ വാരിയെടുത്ത് തൻ്റെ മടിയിലേക്ക് കിടത്തി. മാഡം, പരിഭ്രാന്തയായി അവൾ വിളിച്ചു. പക്ഷേ അവളിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പമേലയുടെ മൂക്കിൽ നിന്ന് ചോര പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ടതും മീനമ്മൂവിന് കൂടുതൽ ആശങ്കയായി. പോകും മുമ്പ് സേവ്യർ പറഞ്ഞ കാര്യങ്ങളും കൂടി ഓർത്തപ്പോൾ അവൾ പേടിച്ചു വിറച്ചു. പമേലയെ നിലത്ത് കിടത്തി മീനമ്മു ധൃതിയിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി ഒരു വണ്ടി വിളിക്കാൻ പുറത്തേക്കോടി. കെട്ടിയാടുന്ന കോലങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാകും. മനുഷ്യരുടെ കഥ, ദൈവങ്ങളുടെ കഥ, മനുഷ്യദൈവങ്ങളുടെ കഥ. മിരുതിന് ശേഷവും മിരുതിന് മുമ്പും പച്ചയമ്മയുടെ വെള്ളാട്ടുകോലം കെട്ടിയ അനവധി പേരുണ്ട്. പക്ഷേ അവൻ്റെ അത്രയും നഷ്ടം മറ്റൊരാൾക്കും അവിടെ സംഭവിച്ചിട്ടില്ല. ഉടലിൽ കയറുന്നവൻ്റെ ഉള്ളു മനസ്സിലാക്കുന്ന ദേവി അവൻ്റെ ഉള്ളു മാത്രം കാണാതെ പോയി. അരുവിയുടെ മരണശേഷം മിരുതൻ പച്ചവനത്തെ പൂർണ്ണമായും വെറുത്തു, കാടിനെ കാക്കുന്ന ദേവിയെയും.
2 വർഷം മുമ്പാണ് അവൻ്റെ അമ്മ മരിച്ചത്. അതിനുശേഷം അവൻ അങ്ങനെ നാട്ടിൽ നിൽക്കാറില്ല. നാട് ചുറ്റി നടക്കുന്നതായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. അങ്ങനെ 2 മാസത്തിന് ശേഷം ഒരു കറക്കം കഴിഞ്ഞ് രാവിലെ മിരുതൻ തിരികെ വീട്ടിലെത്തി. നേരെ അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുഴിമാടത്തിനരികിൽ പോയിരുന്നു. അവൻ വന്നതറിഞ്ഞ് നാട്ടിലെ പ്രമാണിയായ ഒരാൾ മിരുതനെ കാണാനായി എത്തിയിരുന്നു. മിരുതൻ വന്നുവെന്നറിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വരവ് പതിവുള്ളതാണ്. വരുന്നവർക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഇത്തവണ ഉത്സവത്തിന് അവൻ വെള്ളാട്ടുകോലം കെട്ടണം. അവന് ശേഷം അവസാനിക്കാൻ പോകുന്ന കോലം കെട്ടുന്നവരുടെ തലമുറ. കഴിഞ്ഞ തവണ പുറത്തുനിന്ന് പണം കൊടുത്തു കൊണ്ടുവന്ന കോലത്തിൻ്റെ ദേഹത്ത് ദേവി കയറാൻ വിസമ്മതിച്ചത് മറ്റൊരു കഥ. മിരുത, കുഴിമാടത്തിനരികിലിരിക്കുന്ന അവനോട് അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഉത്സവം വരാറായി. ഇനിയും പച്ചയമ്മയോട് വാശി വേണോ? ഇത്തവണ വെള്ളാട്ടുകോലം. അയാൾ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ മിരുതൻ നിലത്തുനിന്ന് എഴുന്നേറ്റു. ധൃതിയിൽ വീടിനകത്തേക്ക് നടന്നു. കതക് കൊട്ടി അടച്ചു. നിസ്സഹായമായ അദ്ദേഹം അടഞ്ഞുകിടക്കുന്ന ആ വാതിലിലേക്ക് നോക്കി നിന്നു. മോനെ, എനിക്ക് വേണ്ടിയെങ്കിലും വെള്ളാട്ടുകോലം വീണ്ടും നീ കെട്ടിയാടണം. മരിക്കും മുമ്പ് അവസാനമായി തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. എന്നിട്ടും അവൻ്റെ തീരുമാനത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോയ പോൾസൺ സാഹിബിനെയും കാത്തു ജനക്കൂട്ടം അക്ഷമരായി നിന്നു. അദ്ദേഹം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അകത്ത് പോൾസൺ പോലീസുകാരെ ചീത്ത പറയുകയായിരുന്നു. തല്ലി ഓടിക്കാനും അവരുടെ സാധനങ്ങൾ നശിപ്പിക്കാനും ആരാണ് പറഞ്ഞത്? എല്ലാം ഒരു മയത്തിന് വേണം ചെയ്യാൻ. പക്ഷേ സാർ, മുകളിൽ നിന്നുള്ള ഉത്തരവ്. എന്തുത്തരവ്? അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിരുന്നില്ല ഉത്തരവ്. അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. പോൾസൺ നല്ല ദേഷ്യത്തിലായിരുന്നു അവരോട് സംസാരിച്ചത്. ശേഷം അയാൾ പുറത്തേക്ക് വന്ന് സമരക്കാരോടായി സംസാരിക്കാൻ തുടങ്ങി. ഈ പോലീസുകാർ നിങ്ങളോട് ചെയ്തതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നശിപ്പിച്ച വീടുകളെല്ലാം ഞാൻ കെട്ടിത്തരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിലും പ്രയോജനമുള്ളൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കബനി നദീ തീരത്തുള്ള ആ ഭൂമി ശരിക്കും ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ കുടിയേറി താമസിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അവിടെ ഒരു തേയില ഫാക്ടറി പണിയാനായി ഒരു ബ്രിട്ടീഷ് കമ്പനി ആ ഭൂമി വാങ്ങാൻ തയ്യാറാണ്. ഗവൺമെൻറ്റിനും അതാണ് താല്പര്യം. അതിൻ്റെ ഭാഗമായാണ് നിങ്ങളെ ഒഴിപ്പിക്കാൻ പോലീസുകാർ വന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജനറലിനോട് സംസാരിച്ചു. ആ ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ നെല്ലായക്കടവിനടുത്തുള്ള തരിശു ഭൂമിയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വീട് വെച്ച് തരുന്നതായിരിക്കും. മാത്രമല്ല, ഇവിടെ ഫാക്ടറി തുടങ്ങിയാൽ ഒരുപാട് പേർക്ക് ജോലിയും കിട്ടും. നാടിന് നല്ലതായിരിക്കും. പോൾസൺ അത്രയും പറഞ്ഞ് ജനക്കൂട്ടത്തെ നോക്കി. അവരുടെ മുഖത്ത് പരിഭ്രാന്തി. ഞങ്ങൾക്ക് വീട് കിട്ടുമെന്ന് ഉറപ്പാണോ? ആൾക്കൂട്ടത്തിൽ നിന്നും ചോദ്യമുയർന്നു. ഉറപ്പ്. വീട് മാത്രമല്ല, അതിൻ്റെ ഉടമസ്ഥാവകാശവും നിങ്ങൾക്കായിരിക്കും. അത് കേട്ട ആൾക്കൂട്ടത്തിലെ പലരുടെയും മുഖം തെളിഞ്ഞു. പക്ഷേ 1 വർഷം കാത്തിരിക്കേണ്ടി വരും. 1 വർഷമോ? അതെ, കമ്പനി തന്നെയാണ് നിങ്ങൾക്ക് വീട് പണിത് തരുന്നത്. അവർക്കിവിടെ ഫാക്ടറി പണിത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാങ്കിൽ നിന്ന് വായ്പ കിട്ടുകയുള്ളൂ. അത് വെച്ച് വേണം നിങ്ങൾക്ക് വീട് പണിത് തരാൻ. പോൾസൺ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് കേട്ട് എന്ത് തീരുമാനത്തിലെത്തണമെന്ന ആളുകൾക്ക് സംശയമായി. സ്വന്തമായി ഒരു വീടും സ്ഥിരവരുമാനമുള്ള ജോലിയുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. ആലോചിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ എത്രയും പെട്ടെന്ന് വേണം. നിങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലെങ്കിൽ എല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. പോലീസുകാർ നശിപ്പിച്ചത് അവർ തന്നെ ശരിയാക്കി തരും. പക്ഷേ കുടിയേറ്റ ഭൂമിയാണ്. ഭാവിയിൽ ഗവൺമെൻറ് നിങ്ങളെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റിയാലും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. സാർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ വീട് പണിത് തരുന്ന ആ 1 വർഷം ഞങ്ങൾ എവിടെ ജീവിക്കും? ആളുകളുടെ സംശയങ്ങൾ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ വല്ല ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കേണ്ടി വരും. 1 വർഷമല്ലേ? അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൂടെ? എന്തായാലും നിങ്ങൾ ആലോചിക്ക്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പോൾസൺ അവിടെ നിന്നിറങ്ങി. അടുത്ത ദിവസം രാവിലെ ഒരാൾക്കൂട്ടം അദ്ദേഹത്തെ കാണാനായി പച്ചവീട്ടിലേക്ക് വന്നു. സാഹിബേ, 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടും കമ്പനിയിൽ ജോലിയും കിട്ടുമെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. അവർ പറഞ്ഞത് കേട്ട് പോൾസന് മുഖത്ത് ചിരി വിരിഞ്ഞു. വീട് കിട്ടുമെന്ന് ഉറപ്പല്ലേ സാഹിബേ? വന്നവരിൽ പലരുടെയും മുഖത്ത് ആശങ്ക. എൻ്റെ ഉറപ്പ്. അതുപോരെ നിങ്ങൾക്ക്? മതി, അത് മതി. സാഹിബിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഈ ആഴ്ച തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറിക്കോളാം. എല്ലാം വാക്കാൽ ഉറപ്പിച്ച് ആളുകൾ അവിടെ നിന്ന് മടങ്ങി. ആവശ്യങ്ങളുള്ളവരെ അത് കാണിച്ച് പറ്റിക്കാൻ എളുപ്പമാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അവർ പോയതിന് പിന്നാലെ പോൾസൺ ജനറലിനെ ലാൻഡ് ഫോണിൽ വിളിച്ചു. ഹലോ സർ, നമ്മുടെ പ്ലാൻ വിജയിച്ചു. അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറാണ്.
വളരെയധികം സന്തോഷത്തോടെയാണ് അത് പോൾസൺ പറഞ്ഞത്. അവൻ ഇവിടെ വന്നതുപോലും ഇതിനായിരുന്നല്ലോ. വെൽ ഡൺ പോൾസൺ, നിന്നെക്കൊണ്ട് ഇതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജനറൽ പോൾസന്റെ കഴിവിനെ വാനോളം പുകഴ്ത്തി. അദ്ദേഹത്തിനെ കോൾ നിർത്തുമ്പോൾ പോൾസന്റെ മനസ്സിൽ ഫാക്ടറി വന്നതിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് തനിക്ക് ലഭിക്കാൻ പോകുന്ന പാരിതോഷികങ്ങളും ഉദ്യോഗക്കയറ്റവുമായിരുന്നു. സേവ്യറിന് തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പമേലയെ സഹായിക്കണമെന്ന് തന്നെയായിരുന്നു ഇപ്പോഴും അവൻ്റെ മനസ്സിലെ ചിന്ത. അവളെ കാണാൻ പോകും മുമ്പ് വൈകിട്ടൊന്ന് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. ഒറ്റപ്പെട്ടു പോയവരെ സഹായിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ അത് സ്വയം അപകടം വരുത്തുമെങ്കിൽ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. എല്ലാ കഥകളും ഫാദറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഫാദർ, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സേവ്യർ സംശയത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു. നിന്റെ മനസ്സ് പറയുന്നത് ചെയ്യുക. ഫാദർ പറഞ്ഞത് കേട്ട് സേവ്യർ 2 നിമിഷം ആലോചിച്ചു. ആ സമയം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഭർത്താവ് മരണപ്പെട്ട് ജീവിതത്തിൽ തനിച്ചായിപ്പോയ ഗർഭിണിയായ പമേലയുടെ മുഖമാണ്. തൻ്റെ അപ്പൻ മരിച്ച ശേഷം അമ്മച്ചിയുടെ അവസ്ഥ അവൻ ഓർത്തു. പക്ഷെ അമ്മച്ചിക്ക് കൂട്ടായി അവനും പെങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പമേല തനിച്ചാണ്. കൂടുതലൊന്നും അവൻ ആലോചിക്കേണ്ടി വന്നില്ല. ഫാദർ, ഞാൻ അവരെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു. സേവ്യറിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നിനക്ക് നല്ലത് വരട്ടെ. കർത്താവ് നിന്റെ ഒപ്പം ഉണ്ടാകും. പോകും മുമ്പ് നീ ഫാദറിനെ കണ്ടോളൂ. അദ്ദേഹം നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പള്ളിയിലെ മുൻ വികാരിയച്ഛനെക്കുറിച്ചാണ് ഫാദർ പറഞ്ഞത്. ഫാദർ അലക്സ്. സേവ്യറിനെ വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം കിടപ്പിലാണ്. സേവ്യർ ഫാദറിനൊപ്പം അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കട്ടിലിൽ കിടക്കുകയാണ് ഫാദർ. ഒരുപാട് ദിവ്യശക്തികളുള്ള ആളാണ് അദ്ദേഹം. വത്തിക്കാനിൽ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നതിനോടൊപ്പം അവിടുത്തെ ഫാദറിൽ നിന്ന് എന്തൊക്കെയോ മാന്ത്രിക വിദ്യകളും അദ്ദേഹം അഭ്യസിച്ചിരുന്നു. നല്ല കാലത്ത് അസുഖങ്ങൾ വന്നാൽ മുതൽ ബാധ ഒഴിപ്പിക്കാൻ വരെ ആളുകൾ അദ്ദേഹത്തെ തേടി വന്നിരുന്നു. എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. ഫാദർ. സേവ്യർ അദ്ദേഹത്തിനരികിലിരുന്ന ഫാദറിനെ വിളിച്ചു. ഫാദർ മെല്ലെ കണ്ണു തുറന്ന് അവനെ നോക്കി. സേവ്യ. അദ്ദേഹം അവൻ്റെ കയ്യിൽ പതിയെ തലോടി. ആ കണ്ണുകളിൽ മകനോടുള്ള പോലെ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നു. കുറച്ചു നേരം സംസാരിച്ചെങ്കിലും അവൻ്റെ പേര് വിളിച്ചതല്ലാതെ മറ്റൊന്നും തന്നെ അദ്ദേഹം സംസാരിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ്, സംസാരിക്കുന്നതൊക്കെ കുറവാണ്. അലക്സ് അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഫാദർ പറഞ്ഞു. കുറച്ചു നേരം കൂടി അദ്ദേഹത്തിൻ്റെ അരികിലിരുന്ന ശേഷം അദ്ദേഹത്തോട് പോവുകയാണ്. പിന്നീട് വരാമെന്ന് പറഞ്ഞു സേവ്യർ അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങി. എന്നാൽ അതിനു മുമ്പ് ഫാദർ അലക്സ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് ഇടറിയ സ്വരത്തിൽ അവനോട് പറഞ്ഞു, അവൾ പറയുന്നത് കേൾക്കണം. നിന്നെ സഹായിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അവളോ? ഏതവൾ? സേവ്യറിനൊന്നും മനസ്സിലായില്ല. പക്ഷേ ഫാദർ പിന്നെയും പിന്നെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. മറുചോദ്യമായി ആരാണ് അവളെന്ന ചോദ്യം സേവ്യറും ആവർത്തിച്ചു. അതിന് പതുങ്ങിയ സ്വരത്തിൽ ഫാദർ അവളുടെ പേര് അവനോടായി മന്ത്രിച്ചു. പച്ചയമ്മ.